നമ്മൾ ഇതുവരെ കൊതുകുകളെ കുറിച്ച് പഠിച്ചു, കൊതുകുകളുടെ ഐഡൻറ്റിഫിക്കേഷൻ പഠിച്ചു, ലാർവ കളക്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ലാർവ എങ്ങനെയാണ് ഐഡൻറ്റിഫിക്കേഷൻ എല്ലാം പഠിച്ചു. ഇതൊക്കെ എന്തിനു വേണ്ടിയാണ് നമ്മളിതെല്ലാം പഠിക്കുന്നത്? എന്തിനാണ് അത്? എന്തൊക്കെ മനസ്സിലാക്കേണ്ട ആവശ്യം എന്താണെന്നുള്ളതാണ്. അതായത് ബയോണോമിക്സ് എന്ന് പറയും, ഒരു ജീവി ഭൂമിയിൽ ജീവിക്കാൻ ആവശ്യമായ സാഹചര്യങ്ങൾ എന്തൊക്കെയാണ്. അതേപോലെ കൊതുകുകൾക്ക് ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ മാത്രമേ അതിന് ജീവിക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അതെന്തൊക്കെ സാഹചര്യം ഉണ്ടെങ്കിലാണ് ഒരു കൊതുകിന് അവിടെ സർവൈവ് ചെയ്യാൻ പറ്റുന്നത്. അതിന് ആവശ്യമായ കുറേ ഹാബിറ്റാറ്റ്സ് ഉണ്ട്. ആ ഹാബിറ്റാറ്റ്സ് ഏതൊക്കെയാണ്, അതെങ്ങനെ ആയിരിക്കും, അല്ലെങ്കിൽ അത് പ്രിഫർ ചെയ്യുന്ന ഹാബിറ്റാറ്റ്സ്, ഇതിനെല്ലാം കൂടെ ചേർത്ത് പറയുന്ന ഒരു പേരാണ് ബയോണോമിക്സ് എന്ന് പറയും. അപ്പോൾ ആ ഒരു ഹാബിറ്റാറ്റ്സിനെ കുറിച്ച് മനസ്സിലാക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യാൻ പോകുന്ന കാര്യം. ബയോണോമിക്സ് അതായത് അത് ജീവിക്കുന്ന ഒരു സാഹചര്യം, അതിൻ്റെ എൻവയോൺമെൻറ്റുമായിട്ട് ചേർന്ന് എങ്ങനെ ജീവിക്കുന്നു എന്നുള്ളതാണ്. അത് എവിടെയാണ് അത് പ്രിഫർ ചെയ്യുന്നത്, അത് എവിടെ ഫീഡ് ചെയ്യുന്നു, ആരെ ബൈറ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ ഇതിവിടെ റെസ്റ്റ് ചെയ്യുന്നു, ഇതെല്ലാം കൂടെ ചേർന്ന് വരുന്ന ഒരു സാധനമാണ് ബയോണോമിക്സ്. അപ്പോൾ ഓരോ മോസ്കിറ്റോ സ്പീഷീസിനും ഓരോ രീതിയിലായിരിക്കും. അപ്പോൾ അത് എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. കൂടുതലും വെക്ടേഴ്സിനെയാണ് നമ്മളിവിടെ പ്രിഫർ ചെയ്യുന്നത്. നമ്മൾ വെക്ടേഴ്സിനെ ഐഡൻറ്റിഫൈ ചെയ്യാനും വെക്ടേഴ്സിനെ പിടിക്കാനും വെക്ടേഴ്സിൻ്റെ കാര്യങ്ങൾ നോക്കാനും വേണ്ടിയാണ്. വെക്ടർ കൺട്രോൾ ആക്ടിവിറ്റീസിന് ഇമ്പോർട്ടൻസ് കൊടുക്കാൻ വേണ്ടി തന്നെയാണ് നമ്മൾ അഡൽട്ടും ലാർവയും ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം കളക്ട് ചെയ്യുകയും ഐഡൻറ്റിഫൈ എല്ലാം ചെയ്യും. അപ്പോൾ അവിടേക്ക് നമുക്ക് നോക്കാം. ബയോണോമിക്സ് അറിഞ്ഞിട്ട് എന്ത് നേടാനാണ് എന്നുള്ള ചോദ്യം വരും. എന്തിനാ ഈ കൊതുകിനെയൊക്കെ പിടിച്ച് നമ്മൾ ഇത്രയും ബുദ്ധിമുട്ടേണ്ട കാര്യമുണ്ട്, ചുമ്മാ കൊണ്ട് ഏതെങ്കിലും കെമിക്കൽ അടിച്ചാൽ പോരെ എന്നൊക്കെ നമുക്ക് പലരും ചോദിക്കുന്ന ചോദ്യമാണ്, അല്ലെങ്കിൽ മനസ്സിലെങ്കിലും വിചാരിക്കും എന്തിനും ഇത്രയും പൈസയൊക്കെ ചിലവാക്കി ഈ കാര്യങ്ങളെല്ലാം ചെയ്യുന്നത്. അപ്പം കറക്റ്റായിട്ടുള്ള ഒരു എപ്പിഡമോളജി അറിയണം. ഈ ഏത് കൊതുകാണ് ഇത് പരത്തുന്നത്, അത് എവിടെ റെസ്റ്റ് ചെയ്യും, ആരെ കടിക്കും, അല്ലെങ്കിൽ അത് എവിടെയാണ് അത് മുട്ടയിട്ട് പെരുകുന്നത്, ഇത് മുട്ട ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് എത്ര നാൾ കഴിഞ്ഞിട്ടാണ് വീണ്ടും രക്തം എടുക്കുന്നത്, എത്ര നാൾ ജീവിച്ചിരിക്കും, ഇതെല്ലാം കൂടെ അറിഞ്ഞു വരുമ്പോൾ മാത്രമേ ആ കൊതുകിനെ കൺട്രോൾ ചെയ്യാൻ എന്തുമാത്രം ഫാസ്റ്റായിട്ടും അല്ലെങ്കിൽ എന്തുമാത്രം ആക്റ്റീവായിട്ടും നമ്മൾ ഓരോ ആക്ടിവിറ്റി ചെയ്യണമെന്നുള്ളത് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ ഈ മോസ്കിറ്റോ കൺട്രോൾ ആക്ടിവിറ്റീസ് എല്ലാം റിലേറ്റ് ചെയ്തിരിക്കുന്ന ഈ ബയോണോമിക്സുമായിട്ട് ബന്ധപ്പെട്ടാണ്. ഫോഗിങ് ആയാലും സ്പ്രേയിങ് ആയാലും അതേപോലെയുള്ള എന്ത് ആക്ടിവിറ്റി ആയാലും, അത് ചെയ്യുന്ന സോഴ്സ് റിഡക്ഷൻ ആക്ടിവിറ്റീസ് ആയാൽ പോലും അതെല്ലാം പ്ലാൻ ചെയ്യപ്പെടുന്നത് ഈ ബയോണോമിക്സിനെ അടിസ്ഥാനമാക്കിയാണ്. ഇതെല്ലാം മാറിക്കൊണ്ടിരിക്കുന്നതുകൊണ്ടാണ് ഈ കൺട്രോൾ ആക്ടിവിറ്റീസിന് വേണ്ടി നമ്മൾ എപ്പോഴും മോസ്കിറ്റോ കളക്ഷൻ അല്ലെങ്കിൽ ലാർവൽ കളക്ഷൻ നോക്കിക്കൊണ്ടിരിക്കുന്നത്. എവിടെയാണ് ഇത് ബ്രീഡ് ചെയ്യുന്നത്, എന്താണ് ബ്രീഡ് ചെയ്ത് കിടക്കുന്നത്, ഏത് ഭാഗത്താണ് ഇത് ബ്രീഡ് ചെയ്യുന്നത്, എല്ലാം നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഇത് ചേഞ്ചസ് ആയിക്കൊണ്ടേ ഇരിക്കും എന്നുള്ളതുകൊണ്ടാണ്. ഇതാണ് നമ്മുടെ മലേറിയ വെക്ടേഴ്സ്. നമ്മുടെ പ്രധാനപ്പെട്ട മലേറിയ വെക്ടേഴ്സ് എന്ന് പറയുന്നത് ക്യുലിസിഫാഷ്യസ്, ഫ്ലുവിയാലിസ്, മിനിമസ്, ഡയറസ്, ഫിലിപ്പൈൻസിസ്, സണ്ടേക്കസ്, അനുലാരിസ്, ബരുണ ആൻഡ് സ്റ്റിഫൻസി. നമ്മുടെ കേരളത്തിൽ 3 ഉള്ളൂ. കുലിസിഫാഷ്യസിനെ കണ്ടെത്തിയിട്ടുണ്ട്, ഇടുക്കിയിലും വിഴിഞ്ഞം ഭാഗത്തും കണ്ടെത്തിയിട്ടുണ്ട്. ബരുണയും സ്റ്റിഫൻസിയും എല്ലാ സ്ഥലത്തും ഉണ്ട്. എല്ലാ അർബൻ ഏരിയയിലും സ്റ്റിഫൻസി ഉണ്ട്, എല്ലാ കിണറുകളിലും വരുണയും കാണുന്നുണ്ട്. അപ്പോൾ സാധാരണയായിട്ട് ഈ 3 വെക്ടേഴ്സ് നമുക്കുള്ളൂ. ബാക്കിയുള്ള ഡയറസ് ഇടയ്ക്കുള്ള ചില സ്ഥലങ്ങളിൽ, ശബരിമല പോലുള്ള സ്ഥലങ്ങൾ, അതിലെ കാടുമായിട്ട് ബന്ധപ്പെട്ട സ്ഥലങ്ങളിലൊക്കെ ഡയറസും കാണുന്നുണ്ട്. പക്ഷേ കൂടുതലും നമുക്ക് ഇവിടെ ആക്ട് ചെയ്തിരിക്കുന്ന മൊത്തം സ്റ്റിഫൻസിയാണ്. ഇൻഡിജിനസ് കേസസ് മലേറിയ എവിടെയൊക്കെ വന്നിട്ടുണ്ടോ അവിടെയെല്ലാം സ്റ്റിഫൻസിയാണ് ഇവിടെ നമുക്ക് ആക്ട് ചെയ്തിരിക്കുന്നത്. ഇതാണ് നമ്മുടെ പ്രധാനപ്പെട്ട ഫൈലേറിയ വെക്ടേഴ്സ്. ചില സ്ഥലങ്ങളിൽ മാത്രമാണ് ഈഡിസ് ഫൈലേറിയ ഉണ്ടാക്കുന്നത്. മൻസോണോയിഡ്സ് എപ്പോഴും ഫൈലേറിയ ഉണ്ടാക്കുന്നത് നമ്മുടെ ആലപ്പുഴയിലാണ്. കാരണം ആലപ്പുഴയിലാണ് ഏറ്റവും കൂടുതൽ ജലസസ്യങ്ങളും എല്ലാം ഉണ്ടായിരുന്ന സ്ഥലം. അവിടുത്തെ ഫൈലേറിയ വോംസിനും പ്രത്യേകതയുണ്ട്. ബ്രൂഗിയ മലായി എന്ന് പറയുന്ന ഫൈലേറിയാസിസ് മാത്രമേ മൻസോണോയിഡ്സിന് പരത്താൻ സാധിക്കത്തുള്ളൂ. ക്വിൻക്യുഫാഷ്യാറ്റസ് പിന്നെ എല്ലാ സ്ഥലത്തും, ക്യുലസ് ക്വിൻക്യുഫാഷ്യാറ്റസ് എല്ലാ സ്ഥലത്തും ഫൈലേറിയ പരത്തുന്ന സാധനമാണ്. എല്ലാ രാജ്യത്തും എല്ലാ സ്ഥലങ്ങളിലും ക്യുലസ് ക്വിൻക്യുഫാഷ്യാറ്റസ് ഉണ്ട്. ഇത് നേരത്തെ പറഞ്ഞ പോലെ ജെയുടെ വെക്ടേഴ്സാണ്. ട്രൈറ്റനോറിംഗസ് ആദ്യം തന്നെ വന്നിട്ടുണ്ട്, പറഞ്ഞു. ആദ്യം പ്രൈമറി വെക്ടറാണ്. സ്യൂഡോ വിഷ്ണു ഗ്രൂപ്പിലുള്ള സകലതും ബൈറ്റനോറിംഗസ്, ഇതെല്ലാം തന്നെ ഫൈലേറിയയുടെ വെക്ടേഴ്സാണ്. അപ്പോൾ ഇതിനേക്കാൾ കൂടുതൽ ഫൈലേറിയയുടെ വൈറസിന് പല മൊസ്കിറ്റോസിൽ നിന്നും ഇൻക്രിമിനേറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. എന്നാൽ പോലും നമ്മൾ കൂടുതലും പ്രിഫറൻസ് കൊടുക്കുന്ന ട്രൈറ്റനോറിംഗസ് ഉണ്ടോന്നാണ്. അപ്പോൾ നമ്മുടെ കേരളത്തിലെ എല്ലാ മുക്കിലും മൂലയിലും ട്രൈറ്റനോറിംഗസ് ഉണ്ട്. അപ്പോൾ ജെയ്ക്കുള്ള സാഹചര്യങ്ങൾ വന്നു കഴിഞ്ഞാൽ അത് പരത്താനുള്ള ആൾക്കാർ ഇവിടെ റെഡിയാണെന്ന് നമ്മൾ മനസ്സിലാക്കിക്കോളും. ദെൻ ഈഡിസിൻ്റെ 2 സാധനങ്ങളാണുള്ളത്, ഈഡിസ് ആൽബോപിക്ടസ് ആൻഡ് ഈഡിസ് ഈജിപ്റ്റി. അപ്പോൾ ഈഡിസ് ഈജിപ്റ്റി, ഈഡിസ് ആൽബോപിക്ടസ് അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം മാറി മാറി വരുന്നുണ്ട്. പല സിറ്റികളിലും മിക്കവാറും സ്ഥലങ്ങളിലും ഈഡിസ് ഈജിപ്റ്റി ഉള്ളപ്പോഴത്തേക്ക് നമ്മുടെ റൂറൽ ഏരിയകളിലും ഗ്രാമപ്രദേശങ്ങളിലും എല്ലാം തന്നെ ഈഡിസ് ആൽബോപിക്ടസ് ആണ് കൂടുതലായിട്ടുള്ളത്. പക്ഷേ ഈ സിറ്റികളിൽ ഇത് രണ്ടും ഒരുമിച്ച് തന്നെ കാണുന്നുണ്ട്. ഈഡിസ് ആൽബോപിക്ടസും കാണുന്നുണ്ട്, ഈഡിസ് ഈജിപ്റ്റിയും കാണുന്നുണ്ട്. ലിവിങ് ഹാബിറ്റ്സ് ഇൻ മൊസ്കിറ്റോസിന് എന്തൊക്കെയാണ് ഇതിൻ്റെ പ്രത്യേകത ഉള്ളത്? ബ്രീഡ് ചെയ്യുന്നുണ്ട്. പിന്നെ മേറ്റിംഗ്. ബ്രീഡിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എഗ് ലേ ചെയ്ത് അത് ഹാച്ച് ചെയ്ത് ഇറങ്ങുന്നത് ബ്രീഡിങ്. ദെൻ മാറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെയിൽ ആൻഡ് ഫീമെയിൽ മേറ്റിംഗ്, അതാണ് സ്വാമിങ് എന്ന് പറയുക. നമ്മുടെ തലയ്ക്ക് മുകളിലൊക്കെ വൈകുന്നേരം ആകുമ്പോഴത്തേക്കും മൊസ്കിറ്റോ ഇങ്ങനെ നടന്ന് കറങ്ങുന്നുണ്ടാവും. അതിനകത്ത് മെയിലും ഫീമെയിലും കൂടെയുള്ള മേറ്റിംഗ് ആണ് നടക്കുന്നത്. അപ്പോൾ ഡിസ്പേഴ്സൽ, ഒരു സ്ഥലത്ത് നിന്ന് വേറൊരു സ്ഥലത്തേക്ക് ഡിസ്പേഴ്സ് ചെയ്ത് പോകുന്നു. ഇവിടുന്ന് വണ്ടിയിൽ കൊണ്ടുപോകുന്നുണ്ടാവും, അല്ലെങ്കിൽ അല്ലാതെ തന്നെ പറന്നു പോകാനുള്ള കഴിവെല്ലാം ഉണ്ട്. ബ്രീഡിംഗ് സൈറ്റും ബൈറ്റിംഗ് ചെയ്യാനുള്ള ആൾക്കാരെയും വേണ്ടി എവിടെ വേണോ മൊസ്കിറ്റോ പറന്നു പോവുകയോ
നമ്മളല്ലെങ്കിൽ ട്രാൻസ്പോർട്ട് ചെയ്യപ്പെടുകയോ ചെയ്യപ്പെടാതെ ഡിസ്പേഴ്സൽ എന്ന് ഫീഡിങ്. ആരെയാണ് ഫീഡ് ചെയ്യുന്നത്? കന്നുകാലികളെയാണോ, പക്ഷികളെയാണോ, മനുഷ്യനെയാണോ? ഇതെല്ലാം ഇതിൻ്റെ ബിഹേവിയറിൽ വരുന്നതാണ്. ഹോസ്റ്റ് പ്രിഫറൻസ്, ആരെ പ്രിഫർ ചെയ്യുന്നു, ആരെയാണ് കൂടുതൽ കടിക്കുക. ആ മനുഷ്യനെ കടിക്കുന്നുണ്ടെങ്കിൽ മാത്രമേ മനുഷ്യനെ പരത്തുന്ന രോഗങ്ങൾ പരത്താൻ പറ്റുള്ളൂ. പാമ്പിനെ മാത്രം അല്ലെങ്കിൽ തവളയെ മാത്രം കടിക്കുന്ന കൊതുകുകളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊന്നും തന്നെ മനുഷ്യന് ബാധിക്കുന്ന സാധനങ്ങളല്ല. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ വെക്ടർ മോസ്കിറ്റോസിന് മാത്രം കൂടുതൽ പ്രിഫറിന് കൊടുക്കുന്നത്. പിന്നെ എവിടെയാണ് റെസ്റ്റ് ചെയ്യുന്നത്, ഇതെവിടെ പോയി റെസ്റ്റ് ചെയ്യുന്നു? വീടിനകത്താണോ, വീടിന് പുറത്താണോ, ചെടികൾക്കിടയിലാണോ, അല്ലെങ്കിൽ വല്ല മൈനിനകത്താണോ? അങ്ങനെയുള്ള സ്ഥലങ്ങളിലെല്ലാം അതിനെ റെസ്റ്റിംഗ് പ്ലേസസ് എല്ലാം മാറി വരുന്നുണ്ട്. ഗോണോട്രോപിക് സൈക്കിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രാവശ്യം ബ്ലഡ് എടുത്തു കഴിഞ്ഞാൽ മാത്രമേ അതിൻ്റെ എഗ്ഗ് ഡെവലപ്പ് ചെയ്യുള്ളൂ. അപ്പോൾ ഒരു പ്രാവശ്യം ബ്ലഡ് എടുത്തു കഴിഞ്ഞിട്ട് എഗ്ഗ് ലേ ചെയ്യാൻ എടുക്കുന്ന സമയത്തിനാണ് ഗോണോട്രോപിക് സൈക്കിൾ എന്ന് പറയുന്നത്. സീസണൽ പ്രിവലൻസ്, ഏത് സമയത്താണ് ഇത് കൂടുതൽ പ്രിവലൻ്റ് ആയിട്ട് വരുന്നത്? അതായത് ചിലപ്പോൾ മഴ കഴിയുമ്പോഴത്തേക്കും കൊതുക് കൂടുന്നുണ്ടാവും. ജനുവരി ഫെബ്രുവരിയിൽ കൂടുന്ന കൊതുകുകൾ ഏത് സ്പീഷീസ്, അങ്ങനെ ഓരോ സ്പീഷീസിനനുസരിച്ചും ഇതിൻ്റെ ഡെവലപ്മെൻറ്റ് മാറി മാറി വരുന്നുണ്ട്. അപ്പോൾ അതൊന്ന് നമ്മൾ അറിയുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട. തന്നെ ഡിസീസ് ട്രാൻസ്മിഷനുള്ള കപ്പാസിറ്റി നമ്മൾ ലാർവ സെനോ മോണിറ്ററിങ്ങിന് എടുത്ത് കൊടുത്തു കഴിയുമ്പോൾ പല മൊസ്കിറ്റോയുടെ ലാർവയ്ക്കകത്തും എല്ലാത്തിൻ്റെ വൈറസും കാണുന്നുണ്ട്. സിക്ക കാണുന്നുണ്ട്, ഡെങ്കു കാണുന്നുണ്ട്, ചിക്കൻ ഗുനി എല്ലാം കാണുന്നുണ്ട്. പക്ഷേ എല്ലാത്തിനും ഇത് പരത്താനുള്ള കഴിവുണ്ടോ? അതെല്ലാം നമുക്ക് അറിയുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട. തന്നെ ലോഞ്ചിവിറ്റി എന്ന് പറഞ്ഞാൽ ജീവിതകാലം, എത്ര നാൾ ഇത് ജീവിക്കുന്നു, അതിന് വളരെ പ്രധാനപ്പെട്ട ഒരു സാധനമാണ്. കാരണം ഒരു വൈറസ് മൊസ്കിറ്റോയുടെ ശരീരത്തിൽ കയറി കഴിഞ്ഞാൽ 8 മുതൽ 9 ദിവസം കഴിഞ്ഞാൽ അത് വേറൊരാളിന് പരത്താനുള്ള കഴിവ്. ആ 8 ദിവസത്തിനകം അത് ചത്തുപോയി കഴിഞ്ഞാൽ അതിന് പരത്താൻ കഴിയാതെ പോകും. അപ്പോൾ അതിൻ്റെ ലോഞ്ചിവിറ്റി കൂടിയിട്ടുണ്ടോ എന്നാൽ മാത്രമേ അതിന് വേറൊരു ഇതിനേക്ക് പരത്താൻ കഴിയുള്ളൂ. അപ്പോൾ അത് അറ്റ്മോസ്ഫറിക് ടെമ്പറേച്ചർ അല്ലെങ്കിൽ ഹ്യൂമിഡിറ്റി ഇതുമായിട്ടൊക്കെ റിലേറ്റ് ചെയ്ത് ഒരുപാട് കാര്യങ്ങൾ ഇതിനകത്ത് വരുന്നു. ദെൻ ഒരു വെള്ളത്തിനകത്ത് pH വാല്യൂവിനനുസരിച്ചാണ് അതിനകത്ത് ബ്രീഡ് ചെയ്യുമോ ഇല്ലയോ എന്നുള്ളത് നമ്മൾ ധരിക്കുന്നത്. ഏറ്റവും പൊല്യൂട്ടഡ് ആയ വാട്ടറിലും ഏറ്റവും നല്ല വെള്ളത്തിലും, അതായത് മഴ വെള്ളത്തിൽ മാത്രം ബ്രീഡ് ചെയ്യുന്ന കൊതുകുകളും ഏറ്റവും വൃത്തികെട്ട വെള്ളത്തിൽ, അതായത് ഏറ്റവും കൂടുതൽ ഓർഗാനിക് മാറ്റർ ചീഞ്ഞ് കിടക്കുന്ന, അതായത് സെപ്റ്റിക് ടാങ്ക് പോലുള്ള സാധനങ്ങൾ പോലും ബ്രീഡ് ചെയ്യുന്ന മോസ്കിറ്റോ ഉണ്ട്. അപ്പോൾ ഇതിനെല്ലാത്തിനും പ്രിഫറൻസ് ഉണ്ട്, ഏതിന് ഞാൻ പോകണം. അപ്പോൾ pH വാല്യൂ പ്രധാനമാണ്, പിന്നെ വാട്ടർ പ്രധാനമാണ്. കാരണം ബ്രാക്കിഷ് വാട്ടർ എന്ന് പറഞ്ഞാൽ ഒരു വെള്ളം, അതായത് ഉപ്പുവെള്ളവും ശുദ്ധജലവും കൂടെ ചേർന്ന് വരുന്ന കായൽ ഭാഗത്തുള്ള ജലത്തിൽ മാത്രം ബ്രീഡ് ചെയ്യുന്ന കുറേ മോസ്കിറ്റോസ് ഉണ്ട്. ചതുപ്പിൽ മാത്രം ബ്രീഡ് ചെയ്യുന്നുണ്ട്, ക്ലീൻ വാട്ടറിൽ മാത്രം, പൊല്യൂട്ടഡ് വാട്ടറിൽ മാത്രം ബ്രീഡ് ചെയ്യുന്നത്, ഇതിലെല്ലാത്തിലും കൂടെ ബ്രീഡ് ചെയ്യുന്ന സാധനങ്ങളുണ്ട്. എവിടെ ആയാലും എനിക്ക് കുഴപ്പമില്ല എന്ന് വിചാരിച്ച് ജീവിക്കുന്ന കുറേ മോസ്കിറ്റോസ് ഉണ്ട്. അപ്പോൾ വെജിറ്റേഷൻ ഉള്ള സ്ഥലം, നേരെ മൺസോണിയ വെജിറ്റേഷൻ ഉള്ള സ്ഥലങ്ങളിൽ മാത്രമേ അത് ബ്രീഡ് ചെയ്യുള്ളൂ. അപ്പോൾ ടെമ്പറേച്ചർ ഒരു പ്രധാനപ്പെട്ട സാധനമാണ്. ടെമ്പറേച്ചർ കൂടുന്നതിനും കുറയുന്നതിനും അനുസരിച്ച് മോസ്കിറ്റോയുടെ ആക്ടിവിറ്റി കുറയും, ട്രാൻസ്മിറ്റ് ചെയ്യാനുള്ള കപ്പാസിറ്റി മാറി മാറി വരും. RH അന്തരീക്ഷത്തിലെ റിലേറ്റീവ് ഹ്യൂമിഡിറ്റി എങ്ങനെ വരുന്നു അതിനനുസരിച്ച് അതിൻ്റെ ഇത് വരും. വിൻഡ് വെലോസിറ്റി, അപ്പോൾ എങ്ങനെ കാറ്റിനനുസരിച്ച് മോസ്കിറ്റോ ചിലപ്പോൾ ട്രാൻസ്മിറ്റ് ചെയ്ത് പോകും. അല്ലെങ്കിൽ കാറ്റിനെതിരായിട്ട് അതിന് പറക്കാനുള്ള അത്രയും ശക്തിയുള്ള ചിറകുകളൊന്നുമില്ല, കാറ്റിൻ്റെ കൂടെ അത് ട്രാൻസ്പോർട്ട് ചെയ്ത് പോകുന്നുണ്ട്. നല്ല മഴയത്ത് ഒരിക്കലും കൊതുകുകൾ വെളിയിറങ്ങത്തില്ല. മഴ കഴിയുമ്പോൾ കൊതുകിൻ്റെ എണ്ണം കൂടുകയും ചെയ്യും. അപ്പോൾ ഇതെല്ലാം ഹാബിറ്റിനെയും ബാധിക്കുന്ന ക്ലൈമാറ്റിക് ഫാക്ടേഴ്സാണ്. മോസ്കിറ്റോസിൻ്റെ ബ്രീഡിംഗ് ഹാബിറ്റ്സ് അതെന്നുള്ള കുലിസിഫാഷ്യസ് എവിടെയാണ്? സാധാരണയായിട്ട് ഈ കുലിസിഫാഷ്യസ് പല സ്ഥലത്തും റൂറൽ ഏരിയയിലെ വെക്ടറാണ്. എപ്പോഴും ഓർഗാനിക് മാറ്റർ കൂടുതലുള്ള വെള്ളത്തിലെ പാഡി ഫീൽഡ്സിലായിരിക്കും കൂടുതൽ കാണും. യൂഷ്വലി ബ്രീഡ്സ് ഇൻ വാട്ടർ നോട്ട് റിച്ച് ഇൻ ഓർഗാനിക് മാറ്റർ. അപ്പോൾ അതായത് മിക്കവാറും അനോഫിലിൻ മോസ്കിറ്റോസിന് എല്ലാം ഉള്ള പ്രത്യേകത ക്ലീൻ ആയിട്ടുള്ള വെള്ളത്തിലായിരിക്കും. ക്ലീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ക്ലീൻ ആയിരിക്കില്ല, പക്ഷേ നല്ല തെളിഞ്ഞ വെള്ളം, അല്ലെങ്കിൽ വളരെ ഒരുപാട് പൊല്യൂഷൻ ഒന്നും വരാത്ത രീതിയിലുള്ള വെള്ളത്തിൽ മാത്രമേ അവ ബ്രീഡ് ചെയ്യുന്നുള്ളൂ. ബെഡ് പൂൾസിൽ, ടാങ്കിൽ, പോൺസിൽ, പാഡി ഫീൽഡ്സിൽ, ഇതിലെല്ലാം ബ്രീഡ് ചെയ്യുന്ന ഒരു സാധനമാണ് കുലിസിഫാഷ്യസ്. അതേപോലെ തന്നെ സ്റ്റിഫൻസി, ഇത് അർബൻ വെക്ടറാണ്. ഇത് റൂറൽ വെക്ടറാണ്, ഇത് അർബൻ വെക്ടറാണ്. അർബൻ വെക്ടർ എന്ന് പറയുമ്പോഴത്തേക്കും ടാങ്കുകൾ ബ്രീഡ് ചെയ്യുന്നു, ഷാലോ വെൽസിൽ ബ്രീഡ് ചെയ്യുന്നു, കണ്ടെയ്നറിൽ, പാത്രങ്ങളിൽ ഈഡിസിനൊപ്പം ബ്രീഡ് ചെയ്ത് കിടക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ ഇത് എവിടെയാണ് കളക്ഷനിൽ റൂട്ടിൽ വെള്ളം കെട്ടി കിടക്കുന്നത്, അല്ലെങ്കിൽ ബാംബു സ്റ്റിക്കിനകത്ത് കിടക്കുന്ന വെള്ളത്തിൽ, ഇതിനകത്തെല്ലാം ഇത് പോയി ബ്രീഡ് ചെയ്യും. ഇത് കണ്ടെയ്നർ ബ്രീഡറുമാണ്, എന്നാൽ വലിയ വെള്ളം കെട്ടി കിടക്കുന്ന സ്ഥലത്തും ബ്രീഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ കൺസ്ട്രക്ഷൻ സൈറ്റുകളിലാണ് ഇത് ഏറ്റവും കൂടുതലായിട്ട് ബ്രീഡ് ചെയ്ത് കിടക്കുന്നത്. അപ്പോൾ കൺസ്ട്രക്ഷൻ സൈറ്റിലെ ഏറ്റവും വലിയ പ്രത്യേകത മൈഗ്രൻസ് ഉണ്ട്. ഈ മൈഗ്രൻസ് എന്ന് പറയുന്നത് അവരെല്ലാം തന്നെ മലേറിയ, ഫൈലേറിയ എല്ലാം കൊണ്ട് വരുന്ന ആൾക്കാരാണ്. അപ്പോൾ അവിടെ ഒരു വെക്ടറും കൂടെ വന്നു കഴിഞ്ഞാൽ അവിടെ നിന്നും നമ്മുടെ ആൾക്കാരിലേക്ക് മലേറിയ പകരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. എല്ലാ സ്ഥലങ്ങളിലും സ്റ്റിഫൻസിയുടെ പ്രസൻസ് നമുക്ക് കണ്ടെത്താൻ സാധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അതൊരു ത്രെട്ട് തന്നെയാണ് നമുക്ക് എപ്പോഴും. ഫ്ലൂവിയാലിസ് എന്ന് പറയുമ്പോഴത്തേക്ക് ഗ്രാസി മാർജിൻസ് ഉള്ള ഫുഡ് ഹിൽസിൽ, അതായത് നമ്മുടെ കുന്നിൻ്റെ താഴ്പ്രദേശങ്ങളിലായിരിക്കും ഈ ഫ്ലൂവിയാലിസ് ഉള്ളത്. ഫ്ലൂവിയാലിസ് പണ്ട് വയനാടുള്ള ഭാഗങ്ങളിലെല്ലാം തന്നെ ആളുകളെ കൊന്നൊടുക്കിയ സാധനമാണ്. ഇപ്പോൾ അത് ഫ്ലൂവിയാലിസ് കാണുന്നില്ല. നൂൽപ്പുഴയിൽ നിന്ന് കിട്ടിയെന്നൊക്കെ ICMRൻ്റെ സ്റ്റഡിയിലൊക്കെ പറയുന്നുണ്ട്. പക്ഷേ നമ്മളെ ഇതിലൊന്നും ഒരിടത്തും ഫ്ലൂവിയാലിസ് കിട്ടിയിട്ടില്ല. അതേപോലെ തന്നെ മിനിമസ്, ഇത് കൂടുതലും മേഘാലയ അതുപോലുള്ള നോർത്ത് ഈസ്റ്റേൺ റീജിയനിലാണ് കൂടുതലും മിനിമസ് കാണുന്നത്. ഡയറസ് കൂടുതൽ ഈ ഫോറസ്റ്റ് ആയിട്ട് ബന്ധപ്പെട്ട സ്ഥലങ്ങളിലും, കൂടുതൽ ഫോറസ്റ്റ് റോഡ്സ് അതുപോലുള്ള സ്ഥലങ്ങളിലായിരിക്കും ഡയറസ് എന്ന് പറയുന്ന സാധനങ്ങൾ. പക്ഷേ നമ്മുടെ അവിടെ പല സ്ഥലങ്ങളിലും കളക്ഷനിൽ ഡയറസ് കിട്ടുന്നുണ്ട്. പക്ഷേ ഡയറസ് അത് ട്രാൻസ്മിറ്റ് ചെയ്യാൻ കപ്പാസിറ്റി ഉള്ള ഡയറസ് ആണോ ഇല്ലയോ എന്നുള്ളത് നമുക്കറിയാൻ പറ്റില്ല. അതിൽ തന്നെ കുറേ വേരിയൻസ് ഉണ്ട്.
അപ്പോൾ ഏത് വേരിയൻ്റാണ് ഇത് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത് എന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്താൽ മാത്രമേ നമുക്കത് ക്ലിയർ ആയിട്ട് പറയാം. സൺഡൈക്കസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രാക്കിഷ് വാട്ടറിൽ, അതായത് ഉപ്പ് കലർന്ന വെള്ളത്തിൽ കൂടുതൽ ബ്രീഡ് ചെയ്യാൻ താല്പര്യമുള്ള ഒരു സാധനമാണ് സൺഡൈക്കസ് എന്ന് പറയുന്നത്. അപ്പം അതും ഗോവയിലൊക്കെ ഏറ്റവും കൂടുതൽ ഉണ്ടായിരുന്ന സാധനമാണ്. ഇപ്പോൾ പക്ഷേ ഗോവയിലും അത് കാണുന്നതായിട്ട് ഒരിടത്ത് റിപ്പോർട്ട് ചെയ്യുന്നില്ല. എന്നാലും ചില സ്ഥലങ്ങളിലെ കാണുന്നു. കേരളത്തിൽ ഇതുവരെ കണ്ടെത്തിയിട്ടില്ല. പക്ഷേ കേരളത്തിൽ സ്യൂഡോസൺഡൈക്കസ് എന്ന് പറയുന്ന ഒരു സാധനത്തിനെ ICMRും BCRC ഒക്കെ ചേർന്ന് കണ്ടെത്തിയിട്ടുണ്ട്. പല കോസ്റ്റൽ ഏരിയയിലും സുനാമി വന്ന സമയത്തൊക്കെ അവർ റെക്കോർഡ് ചെയ്ത സാധനമാണ് സ്യൂഡോസൺഡൈക്കസ്. പക്ഷേ അത് ട്രാൻസ്മിറ്റ് ചെയ്യുന്നതായിട്ടോ മലേറിയ ട്രാൻസ്മിറ്റ് ചെയ്യുന്നതായിട്ടോ ഇതുവരെ കണ്ടെത്തിയിട്ടില്ല. ദെൻ ബ്രീഡിംഗ് ഹാബിറ്റ്സിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഹൈ ഓർഗാനിക് പൊല്യൂഷൻ വേണം, ആൽഗെ വേണം, ദെൻ pH വാല്യൂ 6 to 7 വേണം, പിന്നെ ഒപ്റ്റിമം ടെമ്പറേച്ചർ 25 to 30. അതാണ് എപ്പോഴും നമ്മൾ നോക്കിയാൽ നമുക്ക് എയർ കണ്ടീഷൻ എങ്ങനെ എഫക്റ്റ് ഉണ്ടോ അതേപോലെ മൊസ്കിറ്റോയ്ക്ക് എയർ കണ്ടീഷൻ എഫക്റ്റ് ഏറ്റവും കൂടുതൽ നല്ല രീതിയിൽ അത് ബ്രീഡ് ചെയ്യാനും ബാക്കിയുള്ളതിനും വേണ്ടി ഉപയോഗിക്കുന്നുണ്ട്. അപ്പം ജീനസും സ്പീഷീസും അനുസരിച്ച് ഇതെല്ലാം വ്യത്യാസം വരാം. ഓർഗാനിക് പൊല്യൂഷൻ വേണോ, ആൽഗെ വേണോ, അല്ലെങ്കിൽ ഓർഗാനിക് പൊല്യൂഷൻ ഇല്ലാത്ത സാധനങ്ങളിലും എല്ലാത്തിലും ബ്രീഡ് ചെയ്യാം. പക്ഷേ ഇത് വേരിയസ് അനുസരിച്ച് ജീനസ് ആൻഡ് സ്പീഷീസ് അനുസരിച്ച് ഇത് എല്ലാം മാറ്റം വരാം. അപ്പോൾ അതും നമ്മളെപ്പോഴും കൺസിഡർ ചെയ്തുകൊണ്ടേയിരിക്കണം. മൻസോണോയിഡ്സിൻ്റെ ഇമേച്ചർ ഫ്ലോട്ടിംഗ് വെജിറ്റേഷൻ ഉണ്ടെങ്കിൽ മാത്രമേ മൻസോണോയിഡ്സിന് ബ്രീഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ. പിന്നെ ഹൈ ഓർഗാനിക് പൊല്യൂഷൻ ഓർ ഐക്കോണിയ ഫോർ സർവൈവലിന് വേണം. ഓർഗാനിക് പൊല്യൂഷൻ വേണം, അതല്ലെങ്കിൽ ഐക്കോണിയ ഉണ്ടെങ്കിലേ അതിന് ബ്രീഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ. പിന്നെ pH റേഞ്ച് 6.2 to 6.8 ആണ്. അപ്പോൾ അത് അസിഡിക് ആണ്. അസിഡിക് ആയിട്ടുള്ള pH ഉണ്ടെങ്കിൽ മാത്രമേ അതിന് പിസ്റ്റിയ ഉള്ള സ്ഥലത്തായിരിക്കും കൂടുതൽ അനിലിഫറ ഉണ്ടാവുക. പിസ്റ്റിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുട്ടപ്പായൽ എന്ന് പറയുന്ന സാധനം. പിസ്റ്റിയ എന്നുള്ള സ്ഥലത്താണ് മൻസോണിയ അനിലിഫറ ഏറ്റവും കൂടുതലായിട്ട് ബ്രീഡ് ചെയ്യും. ദെൻ ക്യുലസ് ക്വിൻക്വിഫാഷ്യസ് വേണമെങ്കിൽ ഒരു വൃത്തികെട്ട കൊതുക് എന്ന് പറയാം. കാരണം എല്ലാ സ്ഥലത്തും ബ്രീഡ് ചെയ്യും. നല്ല വെള്ളത്തിലും ബ്രീഡ് ചെയ്യും, വൃത്തികെട്ട വെള്ളത്തിലും ബ്രീഡ് ചെയ്യും, കണ്ടെയ്നറിൽ ബ്രീഡ് ചെയ്യും, ലാർജ് കണ്ടെയ്നറിൽ ബ്രീഡ് ചെയ്യും. ഈഡിസിൻ്റെ കൂടെ ബ്രീഡ് ചെയ്ത് കിടക്കുന്ന കണ്ടിട്ടുണ്ട്, സ്റ്റിഫൻസിയുടെ കൂടെ ബ്രീഡ് ചെയ്ത് കിടക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇത് എവിടെ വേണോ സർവൈവ് ചെയ്യാൻ ഫിറ്റസ്റ്റ് ആയിട്ടുള്ള സാധനമാണ് ക്യൂലെക്സ് എന്ന് പറയും. അപ്പോൾ അതിൻ്റെ pH റേഞ്ച് നോക്കൂ 6 to 7 ആണ്. അപ്പം അസിഡിക് ആണ്, പിന്നെ ന്യൂട്രലിൽ, ഇത് എവിടെ വന്നാലും ഇത് ജീവിക്കും. അതുകൊണ്ടാണ് ഇത് ഹൈലി പൊല്യൂട്ടഡ് ആയിട്ട് ഓർഗാനിക് പൊല്യൂഷനിൽ പോലും അത് സർവൈവ് ചെയ്തു പോകും. എല്ലാ ഡ്രെയിൻസിലും, കോർപ്പറേഷനിലൊക്കെ ഉള്ള എല്ലാ ഡ്രെയിൻസിലും കാണപ്പെടുന്ന ഒരു സാധനമാണ് കുലിസിഫാഷ്യസ് എന്ന് പറയും. മൻസോണോയിഡ്സിൽ നേരത്തെ അനിലിഫറയ്ക്ക് പിസ്റ്റിയാണ് പറഞ്ഞെങ്കിൽ സാൽവീനിയാണ് യൂണിഫോമിസിന് പ്രിഫർ ചെയ്യുന്ന സാധനം. ജാപ്പനീസ് എൻസെഫലൈറ്റിസിൻ്റെ ബാക്ടീരിയസ് എന്ന് പറയുന്നത് നമ്മുടെ ട്രൈറ്റനോറിംഗസ് ആണ്. ഇറിഗേഷൻ ചാനൽസ്, പൊടിച്ച് സ്റ്റാഗ്നന്റ് വാട്ടർ പൂൾസ്, ഷാലോ വെൽസ് എല്ലായിടത്തും ബ്രീഡ് ചെയ്യും. നമ്മുടെ കേരളത്തിൽ എല്ലാ സ്ഥലത്തും കാണുന്ന വെൽസിലായിരിക്കും ഇപ്പോൾ കൂടുതൽ കാണുന്നത്. കാരണം ഔട്ട് ബ്രേക്ക് ഉണ്ടായ ആലപ്പുഴ പോലുള്ള സ്ഥലങ്ങളിലെല്ലാം തന്നെ നോക്കുമ്പോഴത്തേക്കും കാണുന്നത് ഒന്നുകിൽ സെപ്റ്റി ടാങ്കിനകത്ത് ബ്രീഡ് ചെയ്യുന്നതായിട്ട് കാണും, അല്ലെങ്കിൽ അവിടുത്തെ വെൽസിൽ. ട്രൈറ്റനോറിംഗസ് ഏറ്റവും കൂടുതൽ കണ്ടിട്ടുള്ള ഷാലോ വെൽസിലാണ്. മിക്കവാറും എല്ലാ സ്ഥലത്തും തന്നെ ഇതിൻ്റെ ബാക്ടീരിയസിന് അവൈലബിൾ ആണ്. ഗലിഡസിന് എപ്പോഴും അക്വാട്ടിക് സിസ്റ്റത്തിനകത്ത് ഒരു വെജിറ്റേഷൻ ഉള്ളതിനാണ് കൂടുതൽ പ്രിഫറൻസ്. പക്ഷേ ഹൈലി പൊല്യൂട്ടഡ് വാട്ടറിലും ഗലിഡസ് ഉണ്ടാവും. അതുകൊണ്ട് തൊഴുത്തിലേക്ക് നമ്മൾ കളക്ഷൻ പോയി കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ കാണുന്ന ഗലിഡസും ആർമിഞ്ചർസും ആയിരിക്കും. കണ്ടു കഴിഞ്ഞാൽ തിരിച്ചറിയാൻ പറ്റുമെന്ന് പറഞ്ഞാൽ എൻ്റെ തൊറാക്സിക് റീജിയൻ മൊത്തം കവർ ചെയ്ത് വൈറ്റ് സ്കെയിൽസ് കാണുന്നുണ്ട്. ഈഡിസിനെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. സോഴ്സ് റിഡക്ഷനും ബാക്കിയുള്ള കാര്യങ്ങളും എല്ലാം പഠിച്ച് ഈഡിസിനെ എവിടെ കണ്ടാലും അറിയാം. ദെൻ വിത്തിൻ 48 hours ഹ്യൂമിഡ് ആൻഡ് വാം ആയിട്ടുണ്ടെങ്കിൽ പ്രത്യേകിച്ച് എംബ്രിയോണിക് ഡെവലപ്മെൻറ്റ് നടക്കും. അതായത് ഒരു എഗ്ഗിനെ, അത് ഡെസിക്കേഷൻ വിസ്റ്റാൻഡ് ചെയ്തിരിക്കുന്ന ഒരു എഗ്ഗിലേക്ക് മഴ പെയ്ത് വെള്ളം വീണ് കഴിഞ്ഞാൽ 48 മണിക്കൂറിനകത്ത് അത് ലാർവയായിട്ട് വെളിയിലിറങ്ങും. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. അതുകൊണ്ടാണ് ഒരു വേനൽ മഴ പെയ്ത് കഴിഞ്ഞാൽ അതിനുശേഷം വരുന്ന ഒരു മഴയത്ത് നമ്മുടെ ഈഡിസ് പെട്ടെന്ന് തന്നെ ലാർവ ഒരുപാടടുത്ത് വരികയും ഒരു മഴ കഴിഞ്ഞാൽ ഒരു 7 ദിവസം 14 ദിവസത്തിനകം ഡെങ്കു കേസസ് എമർജ് ചെയ്യുകയും ചെയ്യുന്നത് ഈ ഒരു സാധനം കൊണ്ടാണ്. ട്രാൻസ്ഓവറിൻ ട്രാൻസ്മിഷനും കൂടെ ഉള്ളതുകൊണ്ട് ഈ ഒരു സാധനം വളരെയധികം നോക്കേണ്ട ഒരു സാധനമാണ്. ലോ ടെമ്പറേച്ചർ ആണെങ്കിൽ 5 days കൂടുതൽ എടുക്കും. നല്ല വാം ടെമ്പറേച്ചർ ആണെങ്കിൽ 48 hours. അതാണ് വേനൽ മഴ ഏറ്റവും കൂടുതൽ അപകടകാരിയായി മാറുന്നതിനുള്ള കാര്യം അതുകൊണ്ടാണ്. മേറ്റിംഗ് യൂഷ്വലി വിതിൻ 48 മണിക്കൂറിനകം മേറ്റ് ചെയ്തിരിക്കും. അതായത് ആൺകൊതുകുകൾ വെളിയിൽ ഇറങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ ഏറ്റവും അവസാനമുള്ള സെഗ്മെൻറ്റ് തല തിരിഞ്ഞാണ് ഇരിക്കുന്നത്. അപ്പോഴതിന് മേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. അത് 180 degree തിരിഞ്ഞു വരണം. 180 degree തിരിഞ്ഞു വരാൻ എടുക്കുന്ന സമയം എന്ന് പറയുന്നത് 24 hours എടുക്കും. അതുകൊണ്ട് മേറ്റിംഗ് എന്ന് പറയുന്നത് ഹാച്ച് ചെയ്ത് വെളിയിറങ്ങിയാൽ 24 hours കഴിഞ്ഞിട്ടേ നടക്കുകയുള്ളൂ. 24 hours to 48 hours കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉടൻ തന്നെ മേറ്റിംഗ് നടക്കാറുണ്ട്. ദെൻ ഡിസ്പേഴ്സൽ എങ്ങനെയാണെന്ന് അറിയാം. ഇത് നമുക്ക് അറിയാവുന്ന കാര്യമാണ്. പറന്നു പോകാം, വിൻഡിൻ്റെ ഇതിൽ കൂടെ പോകാം. അതല്ല എങ്കിൽ ഒരു കാറിനകത്ത് കയറിയ കാറ് കൊണ്ടുപോകും, ഒരു ഫ്ലൈറ്റിനകത്ത് കയറി കഴിഞ്ഞാൽ ഫ്ലൈറ്റിൽ കൊണ്ടുപോകാം, ട്രെയിനിൽ വന്നു കഴിഞ്ഞാൽ ട്രെയിനിൽ കൊണ്ടുവരാം. അപ്പോൾ എങ്ങനെ വേണോ മൊസ്കിറ്റോയെ നമുക്ക് ട്രാൻസ്പോർട്ട് ചെയ്ത് എത്തിക്കാൻ പറ്റും. ഏറ്റവും കൂടുതലായിട്ട് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഏതെങ്കിലും പോർട്ടിൽ നിന്നും മത്സ്യമൊക്കെ കയറ്റി വരുന്ന വണ്ടിക്കകത്ത് കയറി കഴിഞ്ഞാൽ അത് ഫ്രീസ് ചെയ്ത് വരുന്ന സാധനത്തിനകത്ത് ഇരുന്നാൽ ഇതവിടെ മിണ്ടാതെ അനങ്ങാതിരിക്കും. വെളിയിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ അത് വെക്ടർ ആക്ട് ചെയ്യും. അപ്പോൾ ഒരു സ്ഥലത്ത് നിന്ന് വേറൊരു സ്ഥലത്തേക്ക് ഇതെങ്ങനെ ട്രാൻസ്പോർട്ട് ചെയ്തു എന്നുള്ളത് ഡിസ്പേഴ്സൽ നോക്കിയാൽ മതി. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ എപ്പോഴും പറയുന്നത്
എങ്ങനെയാണ് ഫോർകാസ്റ്റിംഗ് കൺട്രോൾ മെഷേഴ്സിലേക്ക് വരുമ്പോഴത്തേക്ക് ഇത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നതാണ്. പുതിയ ജോഗ്രഫിക്കൽ ഏരിയയിലേക്ക് മാറുന്നു, അതുപോലെ തന്നെ പുതിയ സ്ഥലത്തേക്ക് ഇതെല്ലാം എത്തിച്ചേരുന്നതെല്ലാം ഇല്ലാത്ത സ്ഥലങ്ങളിലേക്ക് വരുന്നു. ഇത് കണ്ടുപിടിക്കാൻ വേണ്ടിയാണ് നമ്മളെപ്പോഴും അഡൽട്ട് മസ്കിറ്റോയും ലാർവയൊക്കെ കളക്ട് ചെയ്ത് നമ്മൾ നോക്കിക്കൊണ്ടേയിരിക്കും. ഒരുപാട് ഡിസ്റ്റൻസ് ഒന്നും അഡൽട്ട് ഫ്ലൈ ചെയ്യത്തില്ല. അങ്ങനെ വരുമ്പോഴത്തേക്കും ഒരുപാട് മെയിൽ മൊസ്കിറ്റോയെ കാണുന്നുണ്ടെന്ന് നോക്കൂ. ആ മെയിൽ മൊസ്കിറ്റോയെ കാണുന്നെങ്കിൽ അതിൻ്റെ അർത്ഥം നമുക്ക് മനസ്സിലാക്കേണ്ടത് അതിൻ്റെ അടുത്ത് എവിടെയോ നല്ലൊരു ബ്രീഡിംഗ് സോഴ്സ് ഉണ്ടെന്നുള്ള. അപ്പോൾ മെയിൽ മൊസ്കിറ്റോ എപ്പോഴും ബുഷസിലായിരിക്കും പോയിരിക്കുക. എന്തുകൊണ്ടാണ്? അതിന് എപ്പോഴും ഫ്രൂട്ട് ജ്യൂസ് മതി. മറ്റേ ഹ്യൂമൻ ബ്ലഡോ അല്ലെങ്കിൽ അതുപോലുള്ള വെർട്ടിബ്രേറ്റ് ബ്ലഡ് വേണ്ടത് എപ്പോഴും ഫീമെയിലിന് മാത്രമേ ഉള്ളൂ. അത് എഗ്ഗ് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി മാത്രമാണ് എടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ആ നോർമൽ സർക്കംസ്റ്റൻസിൽ നമ്മൾ കൂടുതൽ മെയിലിനെ കാണുന്നുണ്ടെങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇതേ ഉള്ളൂ. അത് ഏറ്റവും കൂടുതൽ ബ്രീഡിംഗ് സോഴ്സിന് തൊട്ടടുത്തുള്ള ഒരു സ്ഥലമായിരിക്കും. ചില സ്ഥലങ്ങളിൽ 10 കിലോമീറ്റർ വരെ ട്രാവൽ ചെയ്തിട്ട് കാണുന്നുണ്ട്. അത് വിൻഡിൻ്റെ ഡയറക്ഷൻസും കൂടെ വെച്ചിട്ട് നമുക്ക് കിട്ടുന്ന ഒരു ഫ്ലൈ ആവറേജ് എന്ന് പറയുന്നത് 1 to 3 കിലോമീറ്റേഴ്സേ ഉള്ളൂ മിക്കവാറും മൊസ്കിറ്റോസിനെല്ലാം. പക്ഷേ അതിൽ കൂടുതലായിട്ടും പല സ്ഥലത്തും പറന്നതായിട്ടൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. 28 കിലോമീറ്റേഴ്സിന് അപ്പുറത്ത് വരെ ഈജിപ്തിലൊക്കെ മൊസ്കിറ്റോയെ കണ്ടിട്ടുണ്ട്. ദെൻ വെഹിക്കിൾ വഴി ഡിസ്പോസ് ചെയ്ത് പോകും. ഞാൻ പറഞ്ഞു നേരത്തെ, ബോട്ടിലാവാം, ട്രെയിനിലാവാം, പ്ലെയിനിലാവാം, ഏതിലാവും. അതുകൊണ്ട് അതെല്ലാം ഒരു സ്ഥലത്തേക്ക് എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് വേറൊരു സ്ഥലത്തേക്ക് പോകുന്നതിന് മുമ്പ് ഡിസിൻഫെക്റ്റ് ചെയ്യേണ്ടത് വളരെ വളരെ ആവശ്യമാണ്. സീക്യു എന്ന് പറയുന്ന മൊസ്കിറ്റോ, ക്യുലസ് ക്വിൻക്വിഫാഷറ്റർ എന്ന് പറയുന്ന മൊസ്കിറ്റോസ് 2 to 3 കിലോമീറ്റേഴ്സ് പറക്കുമെന്നാണ് പറയും. അപ്പോൾ അതുപോലെ തന്നെ മെൻസണോയിഡ്സ് വീക്ക് ഫ്ലയേഴ്സ് ആണ്. സാൻഡ് ഫ്ലൈ പോലെ അത് ഹോപ്പ് ചെയ്ത് പോകും. ഞാൻ നേരത്തെ പറഞ്ഞു അതിൻ്റെ വിങ്സിലെല്ലാം തന്നെ എസിമെട്രിക്കൽ സ്കെയിൽസ് കാണുന്നുണ്ട്. ആ സ്കെയിൽസ് ഉള്ളതുകൊണ്ട് വലുതായിട്ട് പറക്കാൻ പറ്റത്തില്ല. ചെറുതായിട്ട് ചാടി ചാടി നമ്മുടെ സാൻഡ് ഫ്ലൈ ഒക്കെ പോകുന്നത് പോലെ മാത്രമേ പറയാൻ പറ്റുള്ളൂ. ഈഡിസ് ഫീമെയിൽ 100 മീറ്ററൊക്കെ തന്നെയാണ് മാക്സിമം പറക്കുന്നത്. നമ്മളെപ്പോഴും ഫ്ലൈറ്റ് റേഞ്ച് പറയും. അതുകൊണ്ട് പെരി ഡൊമസ്റ്റിക് മൊസ്കിറ്റോസ് എന്ന് തന്നെ പറയും. അത് ഒരു വീടിനകത്താണ് ബ്രീഡ് ചെയ്യുന്നത്, വീടിൻ്റെ സൈഡിലാണ് ബ്രീഡ് ചെയ്യുന്നതെങ്കിൽ അതിന് ചുറ്റുമുള്ള ആൾക്കാരെ കടിച്ച് അവിടെ എഗ് ലേ ചെയ്ത് അതങ്ങ് ഡെവലപ്പ് ചെയ്ത് പോകാനാണ് അത് താല്പര്യപ്പെടുന്നത്. അതുകൊണ്ടാണ് അതിനെ പെരി ഡൊമസ്റ്റിക് മൊസ്കിറ്റോ എന്ന് കൂടുതൽ പറയും. പിന്നെ പ്രത്യേകിച്ച് ഒരു കണ്ടെയ്നർ ഒന്നും കാണുന്നില്ല അത് എഗ് ലേ ചെയ്യാൻ. ഗ്രാവിഡ് ഫീമെയിലാണ്. അപ്പോൾ എഗ് ലേ ചെയ്യാൻ വേറെ കണ്ടെയ്നർ ഒന്നും കാണുന്നില്ലെങ്കിൽ അത് 3 കിലോമീറ്റർ വരെ പറക്കുന്നതായിട്ട് കണ്ടെത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം നമ്മുടെ അസംഷൻസ് ആണ്, നമ്മൾ കണ്ടെത്തിയത് കൊണ്ട് പറയുന്ന കാര്യങ്ങൾ. പക്ഷേ ഇതും ചിലപ്പോൾ ചേഞ്ചസ് ഉണ്ടാവാം. 40 നിലകളുള്ള ഫ്ലാറ്റിൻ്റെ ഏറ്റവും മുകളിലത്തെ നിലയിലേക്ക് ഈഡിസ് എങ്ങനെ എത്തിയെന്നൊക്കെ ചോദിക്കും. ലിഫ്റ്റ് വഴി എത്താം. അപ്പോൾ ഇതേപോലുള്ള മാർഗ്ഗങ്ങളിലൂടെ എല്ലാം ഈഡിസിനെ നമ്മൾ തന്നെ ട്രാൻസ്പോർട്ട് ചെയ്ത് കൊണ്ടുപോകുന്നു. ഒരിടത്ത് നിർത്തി കാറ് തുറന്നു, ഡോറ് തുറക്കുന്നു, തിരിച്ച് കയറുമ്പോഴത്തേക്ക് ഒരു ഈഡീസും കൂടെ കയറി കഴിഞ്ഞാൽ നമ്മൾ പോകുന്ന സ്ഥലം വരെ ആ ഈഡീസും നമ്മുടെ ഒപ്പം യാത്ര ചെയ്യുന്നുണ്ടാവും. കുലിസിഫാഷ്യസ് എന്ന് പറയുന്ന റൂറൽ വെക്ടർ അനോഫ് 1 കിലോമീറ്റർ വരെ പറക്കുന്നുണ്ട്. പിന്നെ ഹൈ ഡെൻസിറ്റി ആയെങ്കിൽ ഒരുപാട് എണ്ണത്തിന് ഒരു സ്ഥലത്ത് നിന്നും മൊസ്കിറ്റോയ്ക്ക് കടിക്കാൻ സാധനങ്ങൾ കിട്ടാതെ വരുന്നു, അല്ലെങ്കിൽ ബ്ലഡ് കിട്ടാതെ വരുന്നു കഴിഞ്ഞാൽ അത് 3 കിലോമീറ്റർ വരെ പറക്കുന്നതായിട്ട് ചിലപ്പോൾ കണ്ടെത്താൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം ഓരോരുത്തർ കണ്ടെത്തിയ കാര്യങ്ങളാണ്. അപ്പോൾ ഇത് നമുക്ക് കണ്ടെത്താൻ പറ്റുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ ഇതുപോലെ മൊസ്കിറ്റോയെ കളക്ട് ചെയ്ത് നോക്കിയാൽ മാത്രമേ നമുക്ക് ഇതെന്തുമാത്രം ദൂരം പോയിട്ടുണ്ടാവും, അല്ലെങ്കിൽ അവിടെ ഒന്നും ഇല്ലായിരുന്നു നേരത്തെ. കഴിഞ്ഞ മാസം പോയി നോക്കിയപ്പോഴത്തേക്ക് അവിടെ ഇല്ലായിരുന്നു. ഒരു 6 മാസം കഴിഞ്ഞ് വീണ്ടും പോകുമ്പോൾ അവിടെ മൊസ്കിറ്റോ ഉണ്ടെങ്കിൽ അത് വേറെ എവിടെ നിന്ന് വന്നു. അതങ്ങനെയാണ് ഇത് ഡിസ്പേഴ്സൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അനോഫിലസ് സ്റ്റിഫൻസിക്ക് എപ്പോഴും മാക്സിമം അർബൻ ഏരിയയിൽ 1 കിലോമീറ്റർ പറക്കേണ്ട ആവശ്യമേ ഉള്ളൂ. എഗ് ലേ ചെയ്യാനുള്ള സംവിധാനമുണ്ട്, ബ്ലഡ് കുടിക്കാനുള്ള സംവിധാനം ഉണ്ടെങ്കിൽ അത് കൂടുതൽ നേരം പറക്കേണ്ട ആവശ്യമില്ല. പിന്നെ റൂറൽ ഏരിയയിലാണെങ്കിൽ 3 കിലോമീറ്റേഴ്സ് വരെ അത് പറക്കാൻ സാധ്യതയുണ്ട്. മിനിമസ് ഫ്ലൈറ്റ് അപ് ടു 1 കിലോമീറ്റർ, ദെൻ അനോഫിലസ് സ്റ്റിഫൻസി അപ് ടു 1 to 1.5 കിലോമീറ്റർ, ദെൻ ഫ്ലൂവിയാറ്റിലിസ് അപ് ടു 1 കിലോമീറ്റർ, ഡയറസ് നോർമലി ഫ്ലൈസ് ഓഫ് 100 meters to or so. Then Sundaicus as a virulent fly, as flight range is about 4 kilometer. അപ്പോൾ ഇതിൽ ഏറ്റവും കൂടുതൽ ഫ്ലൈറ്റ് റേഞ്ചുള്ള സൺഡേക്കസിന് മാത്രമാണ്. ബാക്കിയുള്ളതെല്ലാം 1 കിലോമീറ്റർ, എല്ലാം ആവറേജ് നോക്കൂ. 1 കിലോമീറ്റർ, 3 കിലോമീറ്റർ അത്രയും മാത്രമേ ആവറേജ് വരുന്നുള്ളൂ. ബൈറ്റിംഗ് ഹാബിറ്റ്സ് ഇതെല്ലാം കോൾഡ് ബ്ലഡഡ് ആയിട്ടുള്ള സാധനം ആയതുകൊണ്ട് വെരി ഡ്രൈ ആയിട്ടുള്ള ടെമ്പറേച്ചറിന് വിസ്റ്റാൻഡ് ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് സീക്കിംഗ് ആൻഡ് ഫീഡിംഗ് ഇൻ എ വാം ഹ്യൂമിഡ് ആൻഡ് ഫ്ലൈറ്റ് ഹോസ്റ്റ് സീക്കിംഗ് ഫീഡിംഗ് ടേക്ക് പ്ലേസ് ഇൻ വാം ഹ്യൂമിഡ് എൻവയോൺമെന്റ്. നല്ല ചൂടും അതേപോലെ വാമായിട്ട് ഹ്യൂമിഡായിട്ട് നിൽക്കുന്ന ഒരു അറ്റ്മോസ്ഫിയറിലായിരിക്കും ഇതിനെ സീക്ക് ചെയ്ത് വെളിയിറങ്ങുന്നത്. അപ്പോൾ നല്ല തണുപ്പത്ത് വെളിയിറങ്ങത്തില്ല, നല്ല ചൂടാണെങ്കിൽ വെളിയിറങ്ങത്തില്ല. പക്ഷെ ഹ്യൂമിഡിറ്റി കൂടുതലാണെങ്കിൽ ഇത് വിസ്റ്റാൻഡ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഇല്ല. പീക്ക് ബൈറ്റിംഗ് ടൈം ഇൻ ലേറ്റർ ഹാഫ് ഓഫ് നൈറ്റ് ആൻഡ് വെൻ റിലേറ്റീവ് ഹ്യൂമിഡിറ്റി ഈസ് ഹയസ്റ്റ്. അപ്പം രണ്ടാമത്തെ പാർട്ടിൽ, അതായത് രാത്രി രണ്ടാമത്തെ പാർട്ടിന് മാത്രമാണ് കൂടുതൽ മൊസ്കിറ്റോസും കടിക്കാൻ പറ്റുന്നത്. കാരണം ആ സമയത്താണ് വളരെ കൂളായിട്ട് റിലേറ്റീവ് ഹ്യൂമിഡിറ്റി വളരെ കൂടിയ നിലയിൽ കാണുന്ന സമയത്താണ് ഇത് കൂടുതലായിട്ട് കടിക്കാൻ പറ്റുന്നത്. പിന്നെ കൂടുതൽ വെജിറ്റേഷൻ നിൽക്കുന്ന, അതായത് മരങ്ങളൊക്കെ കൂടുതൽ നിൽക്കുന്ന സ്ഥലത്ത് ചിലപ്പോൾ രാവിലെയും മൊസ്കിറ്റോ കടിച്ചെന്നിരിക്കും. കാരണം അതിനകത്തുള്ള ഹ്യൂമിഡിറ്റി വളരെ കൂടുതലായിരിക്കും. ആ സമയത്ത് അവിടെ വന്ന് കടിക്കാനുള്ള ടെൻഡൻസി അതിന് കൂടുതലായിരിക്കും. ടെമ്പറേച്ചറും അതേ രീതിയിലായിരിക്കും നിൽക്കുന്നത്. ദെൻ ചില സ്പീഷീസിന് മാത്രമായിരിക്കും ഇത് എന്ത് വരുന്നത്. ബിറ്റ്വീൻ സ്പീഷീസ് ആൻഡ് മേ ഓക്കേഴ്സ് ഇൻ ഡേ ടൈം അവേഴ്സ്. പീക്ക് ആക്ടിവിറ്റീസ് വേരീസ്. ഓരോ സ്പീഷീസിനനുസരിച്ചും ഇത് മാറി മാറി വരും. ബൈറ്റിംഗ് ഉള്ള ആക്ടിവിറ്റി
നമുക്ക് ബൈറ്റിംഗ് ഹാബിറ്റ്സ് മാറി മാറി വരാനുള്ള സാധ്യതയാണ് ഇതിൽ കൂടുതൽ കാണുന്നത്. ദെൻ വീടിനകത്തിരുന്ന് കടിക്കുന്ന മോസ്കിറ്റോസിനെ എൻഡോഫേജിക് എന്ന് പറയും, വെളിയിലിറങ്ങി കടിക്കുന്നതിനെ എക്സോഫേജിക് എന്ന് പറയാറുള്ളത്. ദെൻ അകത്ത് കടിക്കുന്ന മോസ്കിറ്റോസ് എല്ലാം തന്നെ ഏർലി മോർണിംഗിലായിരിക്കും മിക്കവാറും കടിക്കാൻ വേണ്ടി വരുന്നത്. ഇപ്പോൾ വന്നിരിക്കുന്നു, നമ്മൾ ഏർലി മോർണിംഗിൽ കടിക്കുന്നു, അത് വെളിയിൽ ഇറങ്ങി പോകുന്നു, അല്ലെങ്കിൽ ഡൈജസ്റ്റ് ചെയ്തതിന് ശേഷം ചിലപ്പോൾ വെളിയിലിറങ്ങി പോകത്തുള്ളൂ. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകതകൾ നമ്മൾ മനസ്സിലാക്കുന്ന ഇതിനെ ഓരോരുത്തരും പിടിച്ചു നോക്കുമ്പോഴാണ്. എപ്പോൾ കടിച്ചു, ആരെ കടിച്ചു നോക്കുന്നത്, പിടിച്ചതിന് ശേഷം അതിൻ്റെ അബ്ഡോമൻ ഡിസെക്ട് ചെയ്ത് ഒരു ഇതിൽ അയച്ചു കൊടുക്കുമ്പോഴത്തേക്ക് അത് ടെസ്റ്റ് ചെയ്ത് നോക്കുമ്പോഴാണ് ഇത് ഏത് ബ്ലഡാണ് ഉപയോഗിച്ചിരിക്കുന്നത്, ഹ്യൂമൻ ബ്ലഡാണോ, കാറ്റൽ ബ്ലഡാണോ, പക്ഷികളുടെ ബ്ലഡാണോ എന്നൊക്കെ അറിയാൻ പറ്റും. ദെൻ ഓരോന്നിനും ബൈറ്റിംഗ് ടൈമാണ്. കുലിസിഫാഷ്യസ് ആഫ്റ്റർ ഡസ്ക്, പീക്ക് ടൈം 10:30 PM to 12:30 AM, രാവിലെ പാതിരാത്രിക്കൊക്കെയാണ് കടിക്കുന്നത്. സ്റ്റിഫൻസി ഡസ്കിന് ശേഷം പീക്ക് ടൈം 4 AM to 6 AM, രാവിലെ കടിക്കുന്നത്. പക്ഷേ സ്റ്റിഫൻസിയൊക്കെ ചില സ്ഥലങ്ങളിലൊക്കെ രാത്രി 11 മണിക്ക് ശേഷം കാറ്റിൽസിനെ കടിക്കാൻ വരുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഇത് ഹ്യൂമൻ ബൈറ്റിംഗ് ടൈമാണ് ഈ പറഞ്ഞിരിക്കുന്ന സമയം. ഫ്ലൂവിയാലിസ് പ്ലേസ് ടു പ്ലേസ് ഇന്ന് ഡിഫറൻ്റ് ആണ്. ഓരോ സ്ഥലത്തിനനുസരിച്ച് അത് സമയം മാറിക്കൊണ്ടേയിരിക്കുന്നു. ചില സമയത്ത് 9 മണി മുതൽ 11 മണി വരെയാണെങ്കിൽ ചില സമയത്ത് 8 മണി മുതൽ രാത്രി 2 മണി വരെ. സൺഡേക്ക് സൂൺ ആഫ്റ്റർ ഡസ്ക് ആൻഡ് പീക്ക് അറ്റ് 10 PM to 12 PM. അപ്പം ഓരോന്നിനും ഓരോ സമയമാണ്. അപ്പം കുങ്കി ഫാഷ്യാറ്റസ് ആണ് ഏത് സമയമൊന്നുമില്ല, എപ്പോൾ വേണമെങ്കിലും എക്സോഫേജിക്കും എൻഡോഫേജിക്കും എല്ലാം ആവും. അകത്ത് കടിക്കും, വെളിയിൽ പോയും കടിക്കും, എങ്ങനെ വേണോ കടിക്കും. അപ്പോൾ ഇതൊരു വല്ലാത്തൊരു മൊസ്കിറ്റോ ആണ്. അപ്പോൾ അതിന് കൺട്രോൾ മെഷേഴ്സും വളരെ പാടാണ്. ഏറ്റവും കൂടുതൽ റെസിസ്റ്റൻസ് വരുന്നത് എപ്പോഴും കെമിക്കൽ റെസിസ്റ്റൻസ് വരുന്ന ഒരു സാധനം ക്യുലെക്സ് കുങ്കി ഫാഷ്യാറ്റസ് ആണ്. ഈഡിസ് രാവിലെ കടിക്കും, രാവിലെ തന്നെ അതിൻ്റെ എഗ് ലേ ചെയ്യുകയും ചെയ്യും. ബാക്കി 19 ഡിഗ്രി to 25 ഡിഗ്രി ഫീഡ് സ്ലോലി. അപ്പോൾ 25 ഡിഗ്രിക്ക് മുകളിൽ വന്നാലേ അത് വിഗറസ് ആയിട്ട് കടിക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ 25 ഡിഗ്രിക്ക് മുകളിലുള്ള ടെമ്പറേച്ചർ ഉള്ള സമയത്തായിരിക്കും ഇത് ഏറ്റവും കൂടുതലായിട്ട് കടിക്കുകയും നല്ല ടെമ്പറേച്ചർ അനുസരിച്ച് ഇത് കടിക്കുന്ന ഒരു സാധനമാണ്. ഈഡിസ് ഈജിപ്തി മോസ്റ്റ് ആക്റ്റീവ് ഇൻ 28 ഡിഗ്രി. അതുകൊണ്ടാണ് നമ്മുടെ കേരളത്തിൽ ഈഡിസ് ഈജിപ്റ്റ് ആണെങ്കിൽ തന്നെ, ഈഡിസ് ആണെങ്കിൽ തന്നെ ഏറ്റവും കൂടുതൽ ബ്രീഡ് ചെയ്യുകയും ബൈറ്റ് ചെയ്യുകയും ചെയ്യുന്നത് ഈ ടെമ്പറേച്ചർ നമുക്ക് എപ്പോഴും കൂടെ മെയിൻറ്റെയിൻ ചെയ്യുന്ന 28-ന് മുകളിലുള്ള ടെമ്പറേച്ചറാണ് നമുക്ക് ഉള്ളതുകൊണ്ടാണ്. ഏതൊക്കെ ഹോസ്റ്റ് പ്രിഫർ ചെയ്യുന്നു? മനുഷ്യനെ കടിക്കുന്നെങ്കിൽ ഞാൻ ആന്ത്രോപോഫിലിക് എന്നും, കാറ്റിൽസിനെ കടിക്കുന്നെങ്കിൽ അതിനെ സൂഫിലിക് എന്നാണ് പറയുക. ആന്ത്രോപോഫിലിക് എന്ന് പറഞ്ഞാൽ മനുഷ്യൻ്റെ രക്തം മാത്രമേ അതിന് ഇഷ്ടമുള്ളൂ, വേറെ ഒരു ആളെയും കടിക്കില്ല. അത് ഏറ്റവും കൂടുതൽ കാണുന്ന ഈഡിസ് ആണ്, മനുഷ്യനെ മാത്രം പ്രിഫർ ചെയ്യുന്നു. ബാക്കിയുള്ള മൊസ്കിറ്റോസ് എല്ലാം കൊണ്ട് കാറ്റിൽസ് ഉണ്ടെങ്കിൽ അതിനെ കടിച്ചു പോകും. അതുകൊണ്ടാണ് പശുത്തൊഴുത്തുണ്ടെങ്കിൽ കുറച്ച് വീടിൻ്റെ ദൂരെ വയ്ക്കണമെന്ന് പഴയ അപ്പൂപ്പന്മാരൊക്കെ പറയുമായിരുന്നു. അപ്പോൾ അതിനെ കടിക്കുകയാണെങ്കിൽ അതോടുകൂടി അങ്ങ് പോയി കിട്ടും. പക്ഷേ ഇവിടെ എന്താണ് പറ്റുന്നത്, മനുഷ്യനെ തന്നെ കടിക്കാൻ വേണ്ടി വരുന്ന മൊസ്കിറ്റോ ഉണ്ടെങ്കിൽ മനുഷ്യനെ തന്നെ കടിക്കുകയുള്ളൂ, വേറെ ആരെയും കടിക്കത്തില്ല. പിന്നെ പല പ്രിഫറൻസും ഉണ്ട്. അതായത് മനുഷ്യനെ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ കാറ്റിൽസിനെ കടിക്കും. എവിടെയെങ്കിലും അതിനൊരു ബ്ലഡ് കിട്ടിയേ പറ്റുള്ളൂ. അപ്പോൾ മനുഷ്യനൊന്നും ഇല്ലാത്തൊരു സ്ഥലത്താണ് എലിയാണെങ്കിലും മതി. അപ്പോൾ വെർട്ടിബ്രൽ ബ്ലഡ് വേണം, ഹീമോഗ്ലോബിൻ കണ്ടന്റുള്ള ബ്ലഡ് വേണം, എന്നാൽ മാത്രമേ അതിന് എഗ്ഗ് ഡെവലപ്പ് ചെയ്യുള്ളൂ. അതുകൊണ്ട് അതിനു വേണ്ടി പ്രിഫർ ചെയ്ത് അത് എവിടെ നിന്ന് പോയാലും അത് കടിച്ചെടുക്കും. അപ്പോൾ കുലിസിഫാഷ്യസ് സൂഫിലിക്കാണ്. അത് സാധാരണ കടിക്കുന്നത് അനിമൽസിനെയാണ്. പക്ഷേ അനിമൽസിനെ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ മനുഷ്യനെ കടിക്കും. അനോഫിലസ് സ്റ്റിഫൻസി രണ്ടിലും കടിക്കും. കാറ്റിൽസിനെ വേണമെങ്കിലും കടിക്കും, മാനിനെയും കടിക്കും. അപ്പോൾ ഇത് ഡേഞ്ചറസ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പം മനുഷ്യനെ കടിച്ചാൽ മാത്രമേ മനുഷ്യന് പകരുന്ന രോഗങ്ങൾ കിട്ടത്തുള്ളൂ. അപ്പോൾ മനുഷ്യനെ കടിക്കാത്തൊരു കൊതുക് ഒരിക്കലും മനുഷ്യന് പകർത്തുന്ന രോഗങ്ങളെ ഉണ്ടാക്കാൻ സാധ്യതയില്ല. അപ്പോൾ ഫ്ലൂവിയാലിസ് ആന്ത്രോപോഫിലിക് ആണ്, ഹൈലി ആന്ത്രോപോഫിലിക് ഇൻ ഹിൽസ്, സൂഫിലിക് ഇൻ പ്ലെയിൻസ്. അപ്പോൾ ഓരോ സ്ഥലത്തും അതിൻ്റെ സ്വഭാവം മാറുന്നു. പക്ഷേ ഇതൊക്കെ നേരത്തെയും പലപ്പോഴും കണ്ടുപിടിച്ചിട്ടുള്ള കാര്യമായിരിക്കും. പക്ഷേ ഇതിനെല്ലാം മാറ്റം വരുന്നുണ്ടോ എന്നുള്ളതാണ് നമ്മൾ മൊസ്കിറ്റോ കളക്ട് ചെയ്ത് നോക്കുന്നത്. അപ്പോൾ ആരെ കടിച്ചെന്ന് നോക്കാൻ വേണ്ടിയുള്ള സംവിധാനങ്ങൾ നമുക്കുണ്ട്. സൺഡേക്കസ് ആന്ത്രോപോഫിലിക് ആണ്, മനുഷ്യനെ കടിക്കുള്ളൂ കൂടുതലും. ആന്ത്രോപോഫിലിക് സിക്യു, ഏറ്റവും ശ്രദ്ധിക്കേണ്ട സാധനമാണ് സിക്യു എന്ന് പറയുന്നത്. ആന്ത്രോപോഫിലിക് ആണ്. ഫീഡ് അത് ബേർഡ്സിനെ ലെസർ എക്സ്റ്റൻഷൻ അതർ ഡൊമസ്റ്റിക് അനിമൽസ്, വേറെ ഒന്നിനെയും മിക്കവാറും കടിക്കാറില്ല, മനുഷ്യനെ അല്ലെങ്കിൽ ബേർഡ്സിനെ. ഇത് രണ്ടിനെയാണ് അത് പ്രിഫർ ചെയ്യുന്നത്. ഈജിപ്തി ആന്ത്രോപോഫിലിക് ആണ്, ആൽബോപിക്ടസ് ആന്ത്രോപോഫിലിക്. അതായത് മനുഷ്യനെ മാത്രമേ കടിക്കുന്നുള്ളൂ ഈ ഈഡിസ് എന്ന് പറയുന്ന സാധനം. അതുകൊണ്ടാണ് നമുക്ക് ഡെങ്കു, ചിക്കൻ ഗുനിയ, സിക്കയെല്ലാം ഏറ്റവും കൂടുതൽ പടർന്നു പിടിക്കാനുള്ള സാധ്യത അതുകൊണ്ടാണ്. മാൻസോണിയ അനുലിഫറ ഹൈലി ആന്ത്രോപോഫിലിക്, മനുഷ്യനെ കടിക്കുന്നു. ദെൻ യൂണിഫോമിസ് ഹൈലി സൂഫിലിക് ആണ്. അപ്പോൾ ഇത് രണ്ട് സ്പീഷീസ് വരുമ്പോഴത്തേക്ക് ഒരേ മാൻസോണിയ എന്ന് പറയുന്ന ജീനസ് ആണ്, പക്ഷേ രണ്ട് സ്പീഷീസ് വരുമ്പോൾ രണ്ട് സ്വഭാവമായി മാറി. ജെഇ വെക്ടേഴ്സിലെ ട്രൈറ്റനോറിംഗസ് പ്രൈമറി ഇതെല്ലാം തന്നെ പശുവിനെയും കന്നുകാലികളെയും കടിക്കാൻ വരുന്ന മൊസ്കിറ്റോ ആണ്. അതിൻ്റെ ഇടയ്ക്ക് ജെഇ പകരുന്നത് മനുഷ്യനിലേക്ക് വരുന്നത് ആക്സിഡൻ്റലായിട്ട് പോയി കയറി കൊടുക്കുന്നത്. പശുവിന് വെള്ളം കൊടുക്കാനോ അല്ലെങ്കിൽ വൈക്കോൽ ഇടാനോ ഒക്കെ തീറ്റ കൊടുക്കാനോ ഒക്കെ പോകുന്ന സമയത്തുണ്ടാകുന്ന ബൈറ്റിലൂടെയാണ് നമുക്ക് ജെഇ പോലുള്ള അസുഖങ്ങൾ നമുക്ക് കിട്ടുന്നത്. പിന്നെ റെസ്റ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? ഓരോ സ്ഥലത്ത് ഓരോന്നിനും ഓരോ റെസ്റ്റിംഗ് പ്ലേസ്. ഈ റെസ്റ്റിംഗ് പ്ലേസ് അറിയുന്നതുകൊണ്ടാണ് നമ്മൾ IRS പോലുള്ള ആക്ടിവിറ്റീസിന് എവിടെ ചെയ്യണമെന്ന് നമ്മൾ തീരുമാനിക്കുന്നത്. ഇത് റെസ്റ്റ് ചെയ്യുന്നത് ഇൻഡോറിൽ, കാറ്റൽ ഷെഡിലെ, ഹ്യൂമൻ ഡെവലിങ്സിലൊക്കെ പറയും കൂൾ ആൻഡ് ലോ ടെമ്പറേച്ചർ ഉള്ള ഏരിയയിലെല്ലാം പോയി റെസ്റ്റ് ചെയ്യാനുള്ള സാധനങ്ങളാണ്. സം റെസ്റ്റ് ഔട്ട്സൈഡ് ആഫ്റ്റർ സ്പ്രേ. നമ്മൾ സ്പ്രേ ചെയ്ത് കഴിയുമ്പോൾ IRS ചെയ്തു ചിലപ്പോൾ പോയി വെളിയിൽ പോയിരിക്കും. അപ്പോൾ നമുക്കത് ഫെയിലുവർ ആണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കണം ഇത് വെളിയിലാണ് പോയിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ആക്ടിവിറ്റി മാറ്റണം, IRS അല്ല വേറെ ആക്ടിവിറ്റിയിലേക്ക് പോകണം.
ഡിഫർ വൈഡ്ലി, ഓരോ സ്ഥലത്ത് ഓരോ രീതിയിൽ പോകും. അത് സ്വഭാവം മാറിക്കൊണ്ടേയിരിക്കുന്ന സാധനമാണ് ഷിഫൻസി എന്ന് പറയുന്നത്. എപ്പോഴും ഒരേപോലെ കാണിക്കത്തില്ല, വെളിയിലിരിക്കാം, അകത്തിരിക്കാം, എവിടെ കിട്ടുന്നോ അവിടെയൊക്കെ കടിക്കാനുള്ള സാധ്യതയുണ്ട്. ഫ്ലുവിയാലിസ് ഹ്യൂമൻ ഡൊല്ലിങ്സിനകത്തായിരിക്കും കൂടുതലാകും. മിക്സഡ് ഡൊല്ലിങ്സ് എന്ന് പറഞ്ഞാൽ പശുവിനെയും ഹ്യൂമനും ഒക്കെ ചിലപ്പോൾ ഒരു ഭിത്തിക്ക് അപ്പുറത്ത് പശുവിനെ കെട്ടിയിരിക്കുന്നു, ഒരു ഭിത്തിക്ക് അപ്പുറത്ത് മനുഷ്യൻ താമസിക്കുന്നു. അങ്ങനെയുള്ള സ്ഥലങ്ങളിലാണെങ്കിൽ അവിടെ ഈ ഫ്ലുവിയാലിസ് കാണാനുള്ള സാധ്യത കൂടുതൽ. ഇതിൽ ഔട്ട്ഡോറിലും റെസ്റ്റ് ചെയ്യുന്നതായിട്ട് കർണാടകയിലൊക്കെ കണ്ടെത്തിയിട്ടുണ്ട്. ദെൻ ഓപ്പൺ ഇത് സൺഡേക്കസ് കൂടുതൽ ആന്ത്രോപോഫിലിക് ആയതുകൊണ്ട് സൺഡേക്കസ് മിക്കവാറും തന്നെ ഹ്യൂമൻ ഡൊല്ലിങ്സിനകത്തായിരിക്കും, ലെസ് ഇൻ കാറ്റൽ ഷെഡ്. അപ്പോൾ ഇതിനെ കിട്ടണമെന്നുണ്ടെങ്കിൽ ഇൻഡോർ കളക്ഷനിലേക്ക് പോകണം. കാറ്റൽ ഷെഡിൽ കളക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരിക്കലും ആരെ കിട്ടത്തില്ല, സൺഡേക്കസിന് കിട്ടാനുള്ള സാധ്യത. അപ്പോൾ എവിടെയാണ് കളക്ട് ചെയ്യേണ്ടതെന്ന് ഏകദേശമുള്ള ഒരു ധാരണ വെച്ചിട്ട് വേണം നമ്മളെപ്പോഴും കളക്ഷന് പോകാൻ. എന്നാൽ മാത്രമേ അതുകൊണ്ട് എന്തെങ്കിലും കാര്യമുള്ളൂ. ഇത് എവിടെ പോയാലും കിട്ടുന്ന ഒരു സാധനമാണ് ക്വിൻക്യുഫാഷ്യ. മറ്റേ കാറ്റൽ ഷെഡിൽ മാത്രം കിട്ടത്തില്ല. കാറ്റൽ ഷെഡിൽ പോയി കഴിഞ്ഞാൽ ഒരിക്കലും ക്യുലെക്സ് ക്വിൻക്യുഫാഷ്യാറ്റസിന് കിട്ടില്ല. കളക്ഷനിൽ കൊണ്ടുവന്ന് ക്യുലെക്സ് ക്വിൻക്യുഫാഷ്യാറ്റസ് കളക്ഷനിൽ കിട്ടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ചിലപ്പോൾ തെറ്റുമായിരിക്കും. അപ്പോൾ അത് വളരെയധികം ശ്രദ്ധിക്കുക. ജൈവ വെക്ടേഴ്സിന് എല്ലാത്തിനെയും കാറ്റൽ ഷെഡിൽ നിന്ന് തന്നെ കിട്ടും. പിന്നെ റെസ്റ്റ് ഔട്ട്സോർ ഷുഗർ കെയിൻ ഫീൽഡ്സിലൊക്കെ ചിലപ്പോൾ പോയി റെസ്റ്റ് ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട് ജൈവ വെക്ടേഴ്സ് എല്ലാം തന്നെ. ദെൻ ഡെങ്കു വെക്ടേഴ്സിന് എന്തുകൊണ്ടാണ് സ്പേസ് സ്പ്രേ ആവശ്യമാണെന്ന് പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫർണിച്ചറിൻ്റെ അടിയിലൊക്കെ ആയിരിക്കും ചിലപ്പോൾ റെസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ കാലിന് താഴേക്കുള്ള ഭാഗത്തായിരിക്കും ഇത് കൂടുതൽ കടിക്കുക. അപ്പോൾ അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ നമുക്ക് ഏറ്റവും ഇഫക്റ്റീവായിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ സാധനം IRSനേക്കാൾ ISS ആണ്, ഇൻഡോർ സ്പേസ് സ്പ്രേ ആണ് ഉപയോഗിക്കാൻ പറ്റുക. അതുകൊണ്ടാണ് ഡെങ്കു വെക്ടേഴ്സിന് സ്പേസ് സ്പ്രേ ആവശ്യമാണെന്ന് പറയാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ ഒരു കാര്യം. പിന്നെ സീസണൽ പ്രിഫറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് സീസണിലാണ് ഇത് കൂടുന്നത്? മഴ കഴിഞ്ഞിട്ടാണോ, മഴയ്ക്ക് മുമ്പാണോ, മഴയ്ക്ക് ശേഷം, പോസ്റ്റ് മൺസൂൺ ആണോ, പ്രീ മൺസൂൺ ആണോ? ഇപ്പോൾ എങ്ങനെയാണ് എക്സ്ട്രീമിറ്റി ക്ലൈമറ്റ്സിൻ്റെ വ്യത്യാസം വരുന്നതിനനുസരിച്ച് ഇതെങ്ങനെ ബ്രീഡ് ചെയ്യുന്നു, എങ്ങനെയാണ് ഇതിൻ്റെ മാറ്റങ്ങൾ വരുന്നത്? അപ്പോൾ ഇതെല്ലാം തന്നെ ബാധകമായിട്ടുള്ള കാര്യങ്ങളാണ്. ഇത് പിന്നെ ഇൻ ലെസ് കോൾഡ് പാർട്ട് ഓഫ് ദ ടെമ്പറേച്ചർ സോൺസ് മോസ്റ്റ് ഗുൽസിൻ സ്പെൻഡ് ദെയർ വിന്റർ മന്ത്സ് ഇൻ ലാർവൽ സ്റ്റേജ്. അപ്പോൾ ചില സ്ഥലങ്ങളിൽ വിന്റർ സ്റ്റേജ് ആകുമ്പോഴത്തേക്കും ലാർവൽ സ്റ്റേജിൽ തന്നെ നിൽക്കും, അവിടുന്ന് വെളിയിലോട്ട് ഹാച്ച് ചെയ്ത് ഇറങ്ങത്തില്ല. ഹാച്ച് ചെയ്ത് ഇറങ്ങി അത് ചത്തുപോകും. അതുകൊണ്ട് ലാർവൽ സ്റ്റേജിൽ അങ്ങ് നിന്ന് ആ വിന്റർ മാറുന്ന സമയത്ത് മാത്രമേ ഇത് ഹാച്ച് ചെയ്ത് ഇറങ്ങുന്ന ടെക്നിക്കുകളും മോസ്കിറ്റോയുടെ കയ്യിൽ ഉണ്ട്. 6 മാസം വരെ ഈഡിസിൻ്റെ എഗ്ഗ് ഡെസിക്കേറ്റ് ചെയ്ത് കിടന്ന് 6 മാസം കഴിഞ്ഞിട്ട് അത് ഹാച്ച് ചെയ്ത് ഇറങ്ങുന്ന സാധനങ്ങൾ വരെ ഉള്ളതെന്ന് നമ്മൾ അറിയാവുന്ന കാര്യമാണ്. പിന്നെ ക്വിൻക്യുഫാഷ്യാറ്റസ് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു വർഷത്തിൽ എല്ലാ സമയത്തും എപ്പോഴും നോക്കിയാലും ബാക്കിയുള്ള മോസ്കിറ്റോസിനെ പോലെയുള്ള CQനെ കിട്ടണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ എളുപ്പമാണ്. നോക്കൂ, ഇതിവിടെ ബ്ലഡ് മീൽ എടുത്തു കഴിഞ്ഞാൽ പിന്നെ ആ മോസ്കിറ്റോ എഗ്ഗ് ഡെവലപ്പ് ചെയ്യുക വെച്ചുകൊണ്ടിരിക്കുന്ന ഗോണോട്രോപ്പിക് ഡിസോസിയേഷൻ എന്ന് പറയുന്ന ഒരു സംഭവം. അപ്പോൾ ഇത്രയും ഇൻ്റലിജൻ്റ് ആയിട്ട് കാര്യങ്ങൾ ക്ലൈമറ്റുമനുസരിച്ച് ചെയ്യുന്ന ജീവികളാണ് മോസ്കിറ്റോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ചില ക്വിൻക്യുഫാഷ്യാറ്റസ് അബണ്ടന്റ് ത്രൂ ഔട്ട് ദ ഇയർ, പക്ഷേ മിക്കവാറും സ്ഥലത്തെല്ലാം ത്രൂ ഔട്ട് ദ ഇയർ ക്വിൻക്യുഫാഷ്യാറ്റസിന് എവിടെ നിന്ന് വേണം കളക്ട് ചെയ്യാൻ കിട്ടും. വീടിനകത്തുനിന്ന് കൂടുതൽ കിട്ടുന്നു. അപ്പോൾ കൂടുതലും കാറ്റൽ ഷെഡിൽ ഈ സാധനം കിട്ടാൻ വഴിയില്ല. അനിഫ പീക്ക് ഡെൻസിറ്റി ജനുവരി ടു മേ ഡിഫറൻറ്റ്. നമ്മുടെ അവിടെ വരുമ്പോഴത്തേക്കും ഡിഫറൻ്റ് ആയിരിക്കും, അല്ലെങ്കിൽ ഓരോ സ്ഥലത്തും ഓരോ ജില്ലയിലും ചിലപ്പോൾ ഡിഫറൻ്റ് ആയിട്ടായിരിക്കും കാണുന്നത്. അത് നമ്മൾ കളക്ട് ചെയ്യുമ്പോഴും മാറി. ചിലപ്പോൾ ത്രൂ ഔട്ട് ദ ഇയർ ചിലപ്പോൾ ഇത് കൂടുതൽ കാണാം. അപ്പോൾ യൂണിഫോമിസ് പീക്ക് ഡെൻസിറ്റി സെപ്റ്റംബർ ടു ഒക്ടോബർ ആണ്. പല സ്ഥലത്തും യൂണിഫോമിസും മാനിലിഫറയും ഒക്കെ ഏകദേശം ഒരേപോലെ തന്നെ മഴയ്ക്ക് ശേഷം കാണുന്നതായിട്ട് കാണുന്നുണ്ട്. പിന്നെ ഇത് കൾട്ടിവേഷൻ സീസണിലാണ് JE വെക്ടേഴ്സ് കാണുന്നതെന്ന് പറഞ്ഞു. പക്ഷേ JE വെക്ടേഴ്സ് ഏത് സമയത്ത് കളക്ട് ചെയ്താലും കേരളത്തിൽ എവിടെ നിന്നും JE വെക്ടേഴ്സ് കിട്ടുന്നതായിട്ട് കാണുന്നുണ്ട്. പക്ഷേ ഇത് കൂടുതലും തമിഴ്നാടുമായിട്ട് റിലേറ്റ് ചെയ്ത കാര്യങ്ങളിലാണെങ്കിൽ കൾട്ടിവേഷൻ സീസണിലായിരിക്കും കൂടുതൽ. അതേപോലെ തന്നെ നമ്മുടെ കുട്ടനാടിൻ്റെ ഏരിയയിലാണെങ്കിലും കൾട്ടിവേഷൻ സീസണിലായിരിക്കും കൂടുതലായിട്ടും കാണുന്നത്. ദെൻ ഗോണോട്രോപ്പിക് സൈക്കിൾ എന്ന് പറഞ്ഞാൽ മോസ്കിറ്റോ ഒരു പ്രാവശ്യം ബ്ലഡ് എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് എഗ്ഗ് ലേ ചെയ്യാൻ എടുക്കുന്ന സമയത്തിനാണ് ഗോണോട്രോപ്പിക് സൈക്കിൾ എന്ന് പറഞ്ഞാൽ. അത് ഓരോ മോസ്കിറ്റോയ്ക്കും ഓരോ ഡിഫറൻ്റ് ആയിട്ടുള്ള സാധനമായിരിക്കും. റെസ്റ്റ് ഇൻസൈഡ് 2 to 3 hours. അവിടെ ഒരു മോസ്കിറ്റോ വീടിനകത്ത് എൻ്റർ ചെയ്യുന്ന 2 to 3 hours ബിഫോർ ഫീഡിങ് അവിടെ പോയി ഇരിക്കുകയാണ്. ഫീഡ് ചെയ്യുന്നതിനും 2-3 മണിക്കൂർ മുമ്പ് കയറി ഇരിക്കും. ചില മോസ്കിറ്റോ അങ്ങനെയൊന്നുമില്ല, കയറി കഴിഞ്ഞാൽ അപ്പം തന്നെ ഫീഡ് ചെയ്യുന്ന മോസ്കിറ്റോ. ഈഡിസൊക്കെ അങ്ങനെയാണ്, കയറി ഇരിപ്പുണ്ടെങ്കിൽ അപ്പോഴും തന്നെ അത് ഫീഡ് ചെയ്യും. അത് റെസ്റ്റ് ചെയ്യുന്ന പരിപാടിയൊന്നുമില്ല. പക്ഷേ ചില വെക്ടേഴ്സ്, അനോഫലിൻ പോലുള്ള വെക്ടേഴ്സ് ചിലപ്പോൾ 2 to 3 hours അവിടെ ഇരിക്കാം. 24 hours until blood meal gets digested and ovaries contains matured. അപ്പോൾ 24 to 48 hours വരെ ചിലപ്പോൾ റെസ്റ്റ് ചെയ്യും, ചിലപ്പോൾ രാവിലെ തന്നെ വെളിയിൽ ഇറങ്ങി പോവുകയും ചെയ്യും. ബ്ലഡ് എടുത്ത് ഡൈജസ്റ്റ് ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞാൽ തന്നെ വെളിയിലേക്ക് ഇറങ്ങിപ്പോവും. അത് എഗ്ഗ് ഡെവലപ്പ് ചെയ്ത് എഗ്ഗ് ലേ ചെയ്തിട്ട് തിരിച്ചു വന്ന് വീണ്ടും ഉടൻ തന്നെ ബ്ലഡ് എടുക്കുന്ന മോസ്കിറ്റോയുണ്ട്. മിക്കവാറും എല്ലാം എഗ്ഗ് ലേ ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും വന്ന് ബ്ലഡ് എടുക്കുന്നത്. മോസ്കിറ്റോയുടെ ഒരു ബിഹേവിയർ അങ്ങനെയാണ്, മാക്സിമം ബ്ലഡ് എടുക്കുക എന്നുള്ളതാണ്. എഗ്ഗ് ഡെവലപ്പ് ചെയ്തുകൊണ്ട് ഇരിക്കുമ്പോൾ തന്നെ ബ്ലഡ് എടുക്കുന്ന മോസ്കിറ്റോ എന്ന് പറഞ്ഞാൽ ഈഡിസാണ്. Fluvialis enters in feed in the night. Gravid female leaves shelter at dusk to oviposit and return within 1 hour of blood meal. അതിൻ്റെ മാത്രം പ്രത്യേകതയാണ്. എഗ്ഗ് ലേ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉടൻ 1 hourനകത്ത് തിരിച്ചു വന്നിട്ട് അത് വീണ്ടും ബ്ലഡ് എടുക്കാൻ വരുന്നത് ഫ്ലൂവിയാലിസ്.
അപ്പോൾ ഇതിൻ്റെയൊക്കെ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഒരു ഇൻഫെക്റ്റഡ് മൊസ്കിറ്റോ ആണെങ്കിൽ ഇത് കൂടുതൽ ആൾക്കാർക്ക് ഡിസീസ് കൊടുക്കാനുള്ള ഒരു സാധ്യത ഇതുപോലുള്ള കാര്യങ്ങളുണ്ട്. അപ്പോൾ ബ്ലഡ് മീൽ എടുക്കാൻ വേണ്ടി എത്ര സമയം എടുക്കുന്നുള്ളൂ, അതിനനുസരിച്ച് അതിന് ഒരു ഇൻഫെക്റ്റഡ് മൊസ്കിറ്റോ ആണെങ്കിൽ അത് ഡിസീസ് ട്രാൻസ്മിറ്റ് ചെയ്യാൻ എടുക്കുന്ന സമയം എന്ന് പറഞ്ഞാൽ കുറവായിരിക്കും. അപ്പോൾ ഇതൊക്കെ അതുമായിട്ട് വളരെ റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ്. എല്ലാ സൈക്കിളിലും ഫീമെയിലിന് ബ്ലഡ് മീൽ വേണം, എന്നാൽ മാത്രമേ അത് എഗ്ഗ് ഡെവലപ്പ് ചെയ്യത്തുള്ളൂ. ദെൻ ഇതാണ് എക്സ്ട്രിൻസിക് ഇൻക്യുബേഷൻ പീരീഡ് എന്ന് പറഞ്ഞാൽ ഒരു സാധനം, ഒരു വൈറസ് മൊസ്കിറ്റോയുടെ ശരീരത്തിൽ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് എത്ര നാൾ കൊണ്ടാണ് അടുത്ത ഒരാളിന് കൊടുക്കാൻ പറ്റുന്ന രീതിയിൽ ഇത് ഡെവലപ്പ് ചെയ്യുന്നതിനുള്ളതാണ് എക്സ്ട്രിൻസിക് ഇൻക്യുബേഷൻ പീരീഡ് എന്ന് പറയുന്നത്. ഇതിൻ്റെ ലൈഫുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നത് ലോഞ്ചിവിറ്റി കുറവാണ്, അതിൻ്റെ ലൈഫ് സ്പാൻ കുറവാണെങ്കിൽ അത് ചത്തുപോകും, അടുത്ത ഒരാളിന് കൊടുക്കാൻ പറ്റത്തില്ല. മലേറിയ പാരസൈറ്റ് ആൻഡ് വൈറസ് മൾട്ടിപ്ലൈ വിത്തിൻ മൊസ്കിറ്റോസ്, ബട്ട് ഫൈലേറിയ ഒരിക്കലും മൾട്ടിപ്ലൈ ചെയ്യുന്നില്ല. അതെന്ത് എഴുതു, അണ്ടർഗോ ഡെവലപ്മെൻറ്റൽ സ്റ്റേജസ് മാത്രമേ L1 L2 L3 എന്ന് പറഞ്ഞ് മാത്രം മാറിയിട്ടാണ് അത് പോകുന്നത്. മറ്റ് വൈറസ് ഡിസീസസും മലേറിയയും അതിനകത്ത് മൾട്ടിപ്ലൈ ചെയ്യുന്നുണ്ട്. ദെൻ നേരത്തെ പറഞ്ഞ കാര്യമാണ് എക്സ്ട്രിൻസിക് ഇൻക്യുബേഷൻ പീരീഡ് എന്ന് പറഞ്ഞാൽ അകത്തോട്ട് എടുക്കുന്ന സാധനം വെളിയിലേക്ക് ട്രാൻസ്മിറ്റ് ചെയ്യാൻ വേണ്ടി അതിന് മുമ്പ് മൊസ്കിറ്റോയുടെ ബോഡിയിൽ ഉണ്ടാകുന്ന ഡെവലപ്മെൻറ്റ് അത് മൾട്ടിപ്ലൈ ചെയ്യുന്നതിനാണ് എക്സ്ട്രിൻസിക് ഇൻക്യുബേഷൻ പീരീഡ് എന്ന് പറയുന്നത്. ദെൻ ഇത് നോക്കിക്കോളൂ, പാരസൈറ്റും ഫാൽസിപാരവും വൈവാക്സും റിട്ടാർഡ് 19 ഡിഗ്രി ടു 15 ഡിഗ്രി റെസ്പെക്റ്റീവ്, രണ്ടും 19 ഡിഗ്രിയിൽ ഫാൽസിപാരം ഡെവലപ്പ് ചെയ്യുന്ന നിൽക്കും, വൈവാക്സ് ഡെവലപ്പ് ചെയ്യുന്ന 15 ഡിഗ്രി സെൻറ്റിഗ്രേഡിലും നിൽക്കും. അപ്പോൾ അതിന് മൾട്ടിപ്ലിക്കേഷൻ ഇല്ലാതാവും. അപ്പോൾ അതുപോലെ ഫാൽസിപാരം ഡെവലപ്മെൻറ്റ് കംപ്ലീറ്റഡ് വിത്തിൻ 10 days at 30 ഡിഗ്രി, അതേസമയം 27 ആകുമ്പോഴത്തേക്കും 20 days ആയിട്ട് പറയും. അപ്പം ഈ ടെമ്പറേച്ചറുമായിട്ട് ഇതിനെല്ലാത്തിനും ഈ പാരസൈറ്റിൻ്റെ ഡെവലപ്മെൻറ്റിനെല്ലാം വളരെ അധികം ബന്ധമുണ്ട്. അപ്പോൾ അതാണ് നമ്മൾ ഏറ്റവും കൂടുതൽ അറിഞ്ഞിരിക്കേണ്ട കാര്യം. Mean temperature below 24 degree inhibits the growth of filarial parasite Wuchereria bancrofti in Culex concubacetus. 24 ഡിഗ്രിക്ക് ബിലോ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ Wuchereria bancroftiയുടെ ഡെവലപ്മെൻറ്റ് ക്യൂലെക്സിനകത്ത് വരുന്നതിന് താഴേക്ക് പോകും, അത് അവിടെ വളരെ സ്ലോ ആവും. അപ്പോൾ ഡെവലപ്പ് ചെയ്ത് വെളി വരാനാണ് എടുക്കുന്ന സമയം കുറയും. അപ്പോൾ അതിൻ്റെ ലോഞ്ചിവിറ്റി അനുസരിച്ച് മൊസ്കിറ്റോയുടെ ലോഞ്ചിവിറ്റി കുറവാണെന്നുണ്ടെങ്കിൽ അത് ഡെവലപ്പ് ചെയ്ത് വരാതെ ചത്തുപോകാനുള്ള സാധ്യതയുണ്ട്. It's found that filarial larvae matured in 20 days at 23 degree. ദെൻ 24 ഡിഗ്രി സെൻറ്റിഗ്രേഡ് ആകുമ്പോഴത്തേക്കും 14 days എടുക്കും. അപ്പോൾ 20 ഡിഗ്രിയിൽ 23 ഡിഗ്രി സെൻറ്റിഗ്രേഡ് 20 days എടുക്കുന്നു, 14 days 29 ഡിഗ്രി ടു 31 ഡിഗ്രിയിൽ 14 days അത് ഡെവലപ്പ് ചെയ്യുന്നു. അപ്പോൾ ഇതെല്ലാം ക്ലൈമാറ്റിക് ചേഞ്ചസിനും മൊസ്കിറ്റോയിൽ ഉണ്ടാകുന്ന ഡെവലപ്മെൻറ്റിനും വളരെ വളരെ ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ദെൻ ലോഞ്ചിവിറ്റി ഓഫ് മൊസ്കിറ്റോ എന്ന് പറഞ്ഞാൽ ജീവിതകാലം എന്നാണ് പറയുന്നത്. അതായത് ടെമ്പറേച്ചറും റിലേറ്റീവ് ഹ്യൂമിഡിറ്റിയാണ് ഇതിൻ്റെ ലോഞ്ചിവിറ്റിയെ വയ്ക്കുന്നത്. അതായത് മഴക്കാലത്ത് എത്ര നാൾ അത് ജീവിക്കുന്നു, അല്ലെങ്കിൽ ആ മഴ പോലുള്ള ഒരു സന്ദർഭങ്ങളിൽ വളരെ ഫേവറബിൾ ആയിട്ടുള്ള കണ്ടീഷനിൽ ജീവിക്കുന്ന അത്രയും നേരം നല്ല വേനലും നല്ല ഹ്യൂമിഡിറ്റി ഉള്ള സമയത്ത് അത് ജീവിക്കത്തില്ല. അതാണ് ലോ ടെമ്പറേച്ചർ ആൻഡ് ഹൈ ഹ്യൂമിഡിറ്റി. ജനറലി ലോഞ്ചിവിറ്റി ഈസ് ജനറലി ഹൈ അറ്റ് ലോ ടെമ്പറേച്ചർ ആൻഡ് ഹൈ ഹ്യൂമിഡിറ്റി. ലോ ടെമ്പറേച്ചർ കുറവാണ്, ഹൈ ഹ്യൂമിഡിറ്റി ഉണ്ടെങ്കിൽ അത് കൂടുതൽ കാലം ജീവിക്കും. അതേസമയം അതല്ലാന്നുണ്ടെങ്കിൽ എക്സ്ട്രീംലി ഹൈ ലോ ആൻഡ് ഹ്യൂമിഡിറ്റിയിൽ ദേ അനേബിൾ ടു റെഗുലേറ്റ് ദെയർ ബോഡി. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്ക് അത് ചത്തുപോകും. അപ്പോൾ ഇതാണ് ഡിഫറൻസ് എന്ന് പറയുന്നത്. എന്തുകൊണ്ടാണ് ഈ സമയത്ത്, അതായത് ചില സമയങ്ങളിൽ മൊസ്കിറ്റോ കൂടുതലെന്നും ചില സമയത്ത് മൊസ്കിറ്റോ കുറവെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ ജനുവരി തൊട്ട് ഫെബ്രുവരി മാർച്ച് ഏപ്രിൽ വരെയുള്ള സമയങ്ങളിൽ മൊസ്കിറ്റോയുടെ ഡെൻസിറ്റി വളരെ കുറവായിരിക്കും. Culex survived for 10 days at 60 to 65 relative humidity. Then 30 to 35 degree temperature compared to 30 days at 80 to 90 and RH 27 to 30. 30-35 ആയപ്പോഴത്തേക്കും 10 days അത് ജീവിച്ചുള്ളൂ. പക്ഷേ 27 ഡിഗ്രി 30 ആയപ്പോഴത്തേക്കും 30 days അത് ജീവിച്ചു. ഇതാണ് കുലിസിഫാഷ്യസിനെ സംബന്ധിച്ചിടത്തോളം വരുന്ന കാരണം. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് ഈ ഒരു കാര്യത്തിലൂടെ അറിയാൻ പറ്റും. ഇൻസെക്ടിസൈഡ് റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഏതെങ്കിലും ഒരു ഇൻസെക്റ്റിനെ കൊല്ലാൻ വേണ്ടിയുള്ള ലീത്തൽ ഡോസ് കൊണ്ട് ചത്തുപോകുന്നില്ല. അതായത് നമ്മൾ കൊടുക്കുന്ന ഒരു കെമിക്കൽ ഉപയോഗിച്ച് കഴിഞ്ഞിട്ട് കൊതുക് ചാകുന്നില്ല. അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് റെസിസ്റ്റൻ്റ് ആയെന്നാണ്. അപ്പോൾ റെസിസ്റ്റൻസിന് പല കാരണങ്ങളുണ്ടാവാം. അതിൽ ഒന്ന് മെക്കാനിസം ഓഫ് ഇൻഹെറിറ്റൻസ് വേരീസ് വിത്ത് ഇൻസെക്ട്സ് ആൻഡ് ഇൻസെക്ടിസൈഡ്സ്. ഇൻസെക്ട്സും ഇൻസെക്ടിസൈഡ്സും തമ്മിലുള്ള ഇൻഹെറിറ്റൻസ് കൊണ്ടും ഡിഫറൻസ് വരാം. ദെൻ resistance through selected individual insect. These individuals survive the dose of insecticide that kill the susceptible insects. അപ്പോൾ അതിന് സർവൈവ് ചെയ്യാനുള്ള കഴിവ് അതിന് വരുന്നു. കണ്ടിന്യൂസ് ആയിട്ട് ഒരേ ഇൻസെക്ടിസൈഡ് ഉപയോഗിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ അതിനെ ഓവർകം ചെയ്യാനുള്ള കപ്പാസിറ്റി ഇതിന് വരുന്നു. അപ്പോൾ അതിൽ നിന്നും ഡെവലപ്പ് ചെയ്ത് വരുന്ന എഗ് വഴി ഡെവലപ്പ് ചെയ്ത് വരുന്ന അടുത്ത ജനറേഷനും ആ റെസിസ്റ്റൻസ് കീപ്പ് ചെയ്ത് പോകും. അതാണ് പറഞ്ഞിരിക്കുന്നത് മെക്കാനിസം ഓഫ് ഇൻഹെറിറ്റൻസ്. ഇൻസെക്റ്റിൻ്റെയും ഇൻസെക്ടിസൈഡിനും അനുസരിച്ച് ഇൻഹെറിറ്റൻസിൽ വ്യത്യാസം വരും, അടുത്ത തലമുറയിലേക്ക് പോകുന്നതിന് വ്യത്യാസം വരും. സിമ്പിൾ മെൻഡേലിയൻ ക്യാരക്ടർ ആട്രിബ്യൂട്ടഡ് ആവാം, അതല്ലെങ്കിൽ കോംപ്ലക്സ് നേച്ചർ ഓഫ് ഇൻവോൾവിങ് ഒളി ജീൻസ് പോലുള്ള സാധനങ്ങൾ കൊണ്ടാവാം, മൾട്ടിപ്പിൾ ജീൻ ഇൻട്രാക്ഷൻ കൊണ്ടാവാം ഇതിൻ്റെ റെസിസ്റ്റൻസ് വരുന്നത്.
Then physiological basis varies with enhanced metabolism, reduced penetration of insecticides or reduced nerve sensitivity. ഇതെല്ലാം കൊണ്ടും റെസിസ്റ്റൻസ് വരാം. എൻഹാൻസ്ഡ് മെറ്റബോളിസം കൊണ്ടും റെസിസ്റ്റൻസ് വരാം, അല്ലെങ്കിൽ റെഡ്യൂസ്ഡ് കെമിക്കൽ അകത്തേക്ക് കയറിപ്പോകാൻ കഴിവില്ലാതെ ഇരിക്കുന്നത് കൊണ്ടും വരാം. ദെൻ റെഡ്യൂസ്ഡ് നെർവ് സെൻസിറ്റിവിറ്റി, നെർവിന് സെൻസിറ്റിവിറ്റിയിൽ റെഡ്യൂസ് ചെയ്തിരിക്കുന്നത് കൊണ്ടും എന്തുകൊള്ളാം, റെസിസ്റ്റൻസിലേക്ക് മാറാം. പൈറത്രോയിഡ്സ് പോലുള്ള സിന്തറ്റിക് കെമിക്കൽസ് ഉപയോഗിച്ചതോടുകൂടിയാണ് കുറേ നമുക്ക് എഫക്റ്റീവായിട്ട് അത് ഉപയോഗിക്കാൻ പറ്റും. വൈഡ് സ്പ്രെഡ് യൂസ് ഇൻ ലാർജ് സ്കെയിൽ എന്ന് പറഞ്ഞാൽ കൂടുതലായിട്ട് ഉപയോഗിച്ചുകൊണ്ടേ ഇരിക്കുക, ഒരു കൺട്രോളും ഇല്ല, ചുമ്മാ എടുത്ത് ഉപയോഗിക്കുക, ഒരു ജസ്റ്റിഫിക്കേഷൻ ഇല്ലാത്ത രീതിയിൽ കോൺസെൻട്രേഷനൊക്കെ ഉപയോഗിച്ച് ചെയ്തുകൊണ്ട് കഴിഞ്ഞാൽ റെസിസ്റ്റൻസ് വരാം. ഓൺലി 2 ആർത്രോപോഡ്സ് ഇൻ 46-ൽ 2 ആർത്രോപോഡ്സ് ഷോർട്ട് റെസിസ്റ്റൻസ് ഉള്ളൂ. ബട്ട് ഇൻ 1980 ആയപ്പോൾ അത് 155 എണ്ണമായി. അപ്പോൾ 2 എണ്ണം ഉണ്ടായിരുന്നിടത്ത് നിന്ന് 155-ൽ എത്തിക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. എന്താണ്, റെസിസ്റ്റൻസ് ഉള്ള സ്പീഷീസിന്. അപ്പോൾ അത്രയുമാണ് കെമിക്കൽ നമ്മൾ വളരെ ജുഡീഷ്യസ് ആയിട്ട് ഉപയോഗിക്കണമെന്ന് എപ്പോഴും പറയുന്നത്. മോസ്കിറ്റോസ് ഇൻ 1957-ൽ 7 മോസ്കിറ്റോ മാത്രമേ റെസിസ്റ്റൻ്റ് ഉണ്ടായിരുന്നുള്ളൂ. 1980 ആയപ്പോൾ അത് 98 എണ്ണമായി മാറി. അപ്പോൾ ഇത് റെസിസ്റ്റൻസിലേക്ക് മാറി. DDT റെസിസ്റ്റൻസ് ആവുന്നു, പല കെമിക്കലുകളും റെസിസ്റ്റൻസിലേക്ക് വരുന്നു. അതുകൊണ്ടാണ് പുതിയ പുതിയ കെമിക്കലുകൾ കണ്ടുപിടിച്ചാലും അത് കുറച്ച് നാൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അതുകൊണ്ട് ഓൾട്ടർനേറ്റ് ആയിട്ട് വീണ്ടും വീണ്ടും മാറ്റി മറിച്ചും ഉപയോഗിക്കണമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് റെസിസ്റ്റൻസിനെ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയാണ്. ക്ലോറിനേറ്റഡ് ഹൈഡ്രോകാർബൺസിൽ റെസിസ്റ്റൻസ് വരുന്നു, ഓർഗാനോഫോസ്ഫേറ്റസിൽ വരുന്നു, കാർബമേറ്റ് ഇൻസെക്ടിസൈഡ്സിൽ എല്ലാത്തിലും റെസിസ്റ്റൻസ് വരുന്നുണ്ട്. ആൻഡ് നെസസറി ടു ഡെവലപ്പ് എൻ ഓൾട്ടർനേറ്റ് മെത്തേഡ് ഓഫ് കൺട്രോൾ ലൈക്ക് ബയോളജിക്കൽ കൺട്രോൾ മെത്തേഡ്. അത് ബയോളജിക്കൽ കൺട്രോൾ മെത്തേഡ് മീനിനെ ഉപയോഗിക്കാം, അല്ലെങ്കിൽ ബാസിലസ് തുറിഞ്ചൻസിസ് പോലുള്ള സാധനങ്ങൾ ഉപയോഗിക്കാം, സോഴ്സ് റിഡക്ഷൻ ചെയ്യാം, വെള്ളം തുറന്നു വിട്ടാൽ ലാർവ പോകുമെങ്കിൽ അവിടെ ഒരു കെമിക്കൽ ഉപയോഗിക്കേണ്ട കാര്യമില്ല. അങ്ങനെയുള്ള മെത്തേഡുകൾ ഉപയോഗിച്ച് നമുക്ക് ഇതിനെ കൺട്രോൾ ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഇതൊക്കെ ഏത് മെത്തേഡ് ഉപയോഗിച്ച് നമ്മൾ ഇതിനെ കൺട്രോൾ ചെയ്യണമെന്ന് നോക്കുന്നത് അതിൻ്റെ റെസ്റ്റിംഗ്, ഫീഡിങ്, അതുപോലെ തന്നെ ബ്രീഡിങ്, ഈ ബിഹേവിയർ നോക്കിയിട്ടാണ് നമ്മൾ നോക്കുന്നത്. എവിടെയാണ് ബ്രീഡ് ചെയ്യുന്നത്, ഏത് സാധനത്തിനകത്ത് ബ്രീഡ് ചെയ്യുന്നുള്ള കാര്യങ്ങൾ നോക്കിയിട്ടാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ബയോണോമിക്സിൽ നമുക്ക് പറയാനുള്ളത്. അത് പറയുമ്പോഴേക്കും നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം, അതായത് എവിടെ കളക്ട് ചെയ്യുന്നു, എങ്ങനെ കളക്ട് ചെയ്യുന്നു, ഏത് സ്ഥലത്ത് നിന്ന് നിങ്ങൾ കളക്ട് ചെയ്യുന്നു, ഇതെല്ലാം നിങ്ങൾ റെക്കോർഡ് ചെയ്താൽ മാത്രമേ ഇത് വീണ്ടും വരുന്ന ഒരാളിനെ കണ്ടെത്തുമ്പോഴത്തേക്ക് നിങ്ങൾ ഇവിടെ നിന്ന് റെക്കോർഡ് ചെയ്തിട്ടില്ല, അല്ലെങ്കിൽ അവിടെ നിന്ന് ആ മൊസ്കിറ്റോയെ കിട്ടിയിട്ടില്ല, ഇതായിപ്പോൾ ഞാൻ പോയപ്പോൾ എനിക്ക് അവിടെ നിന്ന് കിട്ടി, അപ്പോൾ ഇത് നേരത്തെ ഇവിടെ ഉണ്ടായിരുന്നോ ഉണ്ടായിരുന്നില്ലേ ഒന്നും അറിയാൻ പറ്റത്തില്ല. അപ്പോൾ ഓരോ സീസൺ അനുസരിച്ച് നമ്മൾ കളക്ട് ചെയ്താൽ മാത്രമേ ഏത് സീസണാണ് മൊസ്കിറ്റോ വരുന്നതെന്ന് അറിയാൻ പറ്റുള്ളൂ, എവിടെ നിന്നാണ് ഇത് കിട്ടുന്നതെന്ന് അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ നല്ല ഒരു ICO അല്ലെങ്കിൽ ഒരു എൻറ്റമോളജിസ്റ്റോ ആവണമെന്നുണ്ടെങ്കിൽ ഇതിനെല്ലാം റെക്കോർഡ് ചെയ്തിരിക്കണം. എല്ലാ സ്ഥലത്തും ഒരു റെക്കോർഡ് വേണം. ചുമ്മാ പേപ്പറിൽ എഴുതി പറത്തി കളഞ്ഞു കഴിഞ്ഞാൽ വരുന്ന ആളിന് പിന്നെ അറിയാൻ പറ്റത്തില്ല. പിന്നെ അടുത്ത് നിങ്ങൾ ചെയ്തതൊക്കെ ഒരു റെക്കോർഡ് ഇല്ലാതെ കിടന്നു കഴിഞ്ഞിട്ട് ഒരു കാര്യമില്ലാതാവും. അതുകൊണ്ട് റെക്കോർഡ് എപ്പോഴും ക്ലിയർ ആയിട്ട് കീപ്പ് ചെയ്യണമെന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്.